तो सबको मेरा नमस्कार। आज हम NIOS +2 हिंदी ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കുറേ എണ്ണം എടുത്തു കഴിഞ്ഞു. ഇനി ഇവിടെ അഭി क्या करता है 21ാമത്തെ അധ്യായം ടിപ്പൺ और प्रारूपण. ടിപ്പൺ और 21, 23, 24, 25 ഇത്ര അധ്യായമാണ് നമ്മൾ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത്. ഇതിനെപ്പറ്റി ടീച്ചർ പറയേണ്ട ആവശ്യമില്ല. सब लोगों को मालूम है ये क्या क्या है, फिर भी पाठ पढ़ाना है इसलिए मैं बता देती हूँ. मुझसे भी आप लोगों को इसका जानकारी है, फिर भी मैं ये पाठ पढ़ाने के लिए और केवल पढ़ाने के लिए मैं आप लोगों को ये बताती हूँ. कैसा है क्या है पता है, लेकिन आप लोगों को प्रायोगिक रूप से इसका परिचय मुझसे ज़्यादा है. तो देखिए, सुनिए और ध्यान से सुने. तो टिप्पण और प्रारूपण. टिप्पण എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടാണ് ടിപ്പണി അല്ലേ? നമ്മൾ ടിപ്പണി എഴുതാമെന്ന് കേട്ടിട്ടില്ല ഇന്ത്യയിൽ? ഇന്ത്യയിലുണ്ട്. പിന്നെ കവിത, ഗദ്യം, പിന്നെ എന്തൊക്കെയാണ് കവിതയും ഗദ്യവും, അല്ല ഒരു ഉപന്യാസം, നാടകം, എന്തായാലും ശരിയായി പഠിച്ചു കഴിഞ്ഞാൽ പറയാം അതിനെ ഇന്നതിനെ പറ്റി ഒന്നും ഇന്നയാളുടെ ചരിത്രത്തെ പറ്റി ഇല്ലെങ്കിൽ അതിൻ്റെ കഥയെ പറ്റി ഒരു ടിപ്പണി എഴുതാനൊക്കെ പറയും. അപ്പോൾ അവിടെ ടിപ്പണിയാണ്, എന്നാൽ ഇവിടെ ടിപ്പണാണ്. ഇത് രണ്ടും കൂടെയുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ചോദിക്കുന്നതല്ല, അതും കൂടെ ഇതിൽ അറിയണം. നമുക്ക് ടിപ്പൺ അവർ ടിപ്പണി നിൽക്കുമ്പോൾ അടുത്തടുത്തുള്ള ഒരു വാക്കുകളാണെന്ന് തോന്നും. അതുകൊണ്ട് देखो यहाँ हम कार्यालयों में प्रयोग में लाई जाने वाली विशेष पद्धतियों की चर्चा करेंगे. टिप्पण तथा प्रारूपण ऐसी ही पद्धतियाँ है. അപ്പോൾ നമ്മൾ ഓഫീസുകളിൽ നടത്തുന്ന രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് ടിപ്പൺ और प्रारूपण. ആ രണ്ട് കാര്യമാണ് പറയുന്നത്. कार्यालय का लेखा जोखा रखने के लिए 2 पद्धतियों का प्रयोग किया जाता है. ഈ രണ്ട് കാര്യവും ഓഫീസുകളിൽ അവിടുത്തെ ലേഖ ജോക്ക പറഞ്ഞാൽ രേഖകളെല്ലാം സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? ടിപ്പൺ और प्रारूपण. टिप्पण लेखन. टिप्पण എന്ന് പറഞ്ഞാൽ എന്താണ്? देखो, तो सामान्यतः टिप्पणी में किसी विषय पर अपने विचारों को संक्षिप्त रूप में व्यक्त किया जाता है, जबकि टिप्पण विशेष रूप से सरकारी कार्यालयों कर्मचारियों के आपस में अपनी बातों को संक्षिप्त करने के लिए प्रयोग में लाया जाता है. ഇപ്പോൾ നമ്മൾ ടിപ്പണി പറഞ്ഞു, എന്തെങ്കിലും ഒരു വിഷയത്തെ പറ്റി അല്ലെങ്കിൽ ഒരു പാഠത്തെ പറ്റി, ഒരു കഥയെ പറ്റി, അല്ലെങ്കിൽ ഉപന്യാസത്തിനെ പറ്റി സംക്ഷിപ്ത രൂപം എഴുതുക. എന്നാൽ ഇത് टिप्पण कार्यालयों में अफसर के सामने आने वाले पत्र के लिए, അതിപ്പോൾ ഏതെങ്കിലും ഒരു ഓഫീസിൽ, ഏത് ഓഫീസിലും ആവാം, അവിടെ ഒരു കത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ളൊരു സംക്ഷിപ്ത രൂപം അവിടെ സൂക്ഷിച്ചു വെക്കണം. അപ്പോൾ उसके लिए जो लिखता है एक संक्षिप्त रूप लिखता है वही है टिप्पण. അതായത് ആ കത്തുകൾക്കൊക്കെ എന്ത് ചെയ്യണം? ഒരു സംക്ഷിപ്ത രൂപം ഉണ്ടാക്കി നമ്മൾ മേലുദ്യോഗസ്ഥന് കൊടുക്കണം. അതിലാണ് അവർ ഇവിടെ പറയുന്ന അനുമോദൻ എന്നാണ് പറയുന്നത്, അത് തരും. അതായത് സാങ്ഷൻ തരിക എന്നുള്ള അർത്ഥമുള്ളൂ. അത് തന്നു കഴിഞ്ഞാൽ പിന്നീട് ആ കത്താവുള്ളൂ. അതായത് അവിടുന്ന് എഴുതുന്ന കത്തായാലും ശരി. അതായത് നമ്മൾ കരട് എന്താ പറയുക, ഈ ആധാരമൊക്കെ എഴുതുന്നതിൽ പറയില്ല, കരട് ഒരു കോപ്പി എന്നൊക്കെ പറയില്ല. ഇന്ത്യയിൽ അതിന് നക്കൽ എന്നാണ് പറയുന്നത്. നക്കലല്ല കേട്ടോ, നക്കൽ. പകർപ്പ് കോപ്പി, കരട് കോപ്പി, പകർപ്പ് കോപ്പി അതല്ല കേട്ടോ, കരട് കോപ്പി എന്നൊക്കെ പറയുന്നതാണ് ഇത് സംഭവം. ആദ്യം നമ്മളൊന്ന് എഴുതിയുണ്ടാക്കും അത്. അപ്പോൾ ഇവിടെയും അതാണ്. ഓഫീസ് കാര്യങ്ങളിൽ അങ്ങനെ ഉണ്ട്. ഒരു കത്ത് എഴുതണമെങ്കിൽ അത് കണ്ട് നമ്മൾ സഹായക്ക്, അസിസ്റ്റൻ്റ് സെക്രട്ടറി, അസിസ്റ്റൻ്റ് മാനേജർ, അസിസ്റ്റൻ്റ് ഓഫീസേഴ്സൊക്കെ ഉണ്ടാവില്ല, അങ്ങനെയുള്ള അസിസ്റ്റൻ്റാണ് ഇത് ചെയ്യുക. അതാണ് സഹായക്ക് എന്ന് പറയുന്നത്. അദ്ദേഹം ഇത് ചെയ്യുന്നു. और उसके बाद चीफ ऑफिसर के सामने ले जाते हैं. പ്രധാനപ്പെട്ട അധികാരിയുടെ അടുത്ത് കൊണ്ടുവന്നു. പ്രധാനപ്പെട്ട അധികാരി അത് നോക്കുന്നു. उसका भाई और हस्ताक्षर करते हैं. അതിൻ്റെ ഇവിടെയും ഇദ്ദേഹം കൊണ്ടു കൊടുക്കുമ്പോൾ എന്തായിരുന്നു? ഒരു സൈഡിൽ ഒപ്പിടുന്നു. ആദ്യക്ഷർ കർത്താഹ എന്ന് പറയുന്നത്. ആദ്യക്ഷർ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് അറിയാൻ പറ്റും, സിഗ്നേച്ചറും സൈനും ഉണ്ട് അല്ലേ?
ഇപ്പം നമ്മളൊക്കെ ഒരു ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ചെന്നാൽ നമ്മൾ സൈൻ ഇടും അല്ലേ, രാവിലെ തന്നെ. ഇപ്പോൾ പഞ്ചിങ്ങൊക്കെയാണ്, പക്ഷെ അന്നൊക്കെ ഞങ്ങളുടെയൊക്കെ സ്കൂളിൽ ചെന്ന് നിന്നപ്പോഴെന്താണ്, രാവിലെ ചെന്നതും സ്റ്റാഫ് റൂം കയറുന്നതിൻ്റെ തന്നെ പോയിട്ട് സൈൻ ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹസ്താക്ഷർ സിഗ്നേച്ചറിൻ്റെ ഒരു ചെറിയ രൂപം, അത് ഒരു അടയാളം മാത്രം. അതാണ്, അത് ഹസ്താക്ഷർ എന്ന് പറയില്ല, സൈനെ പറയുള്ളൂ കേട്ടോ. ആദ്യാക്ഷർ എന്നാണ് അതിന് ഹിന്ദി പറയുന്നത്. അതിട്ടിട്ടാണ് മേലെ കൊണ്ടു കൊടുക്കുക. മേലെ ഉള്ള ആളും അതിൽ ഡേറ്റോടോ കൂടി ഒപ്പിട്ടിട്ട് എന്നിട്ട് തരിക ചെയ്യുന്നത്. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്, ടിപ്പൺ എന്ന് പറയുന്നത്. देखो ഇത് उसके बाकी भी मैं बता दूँगी. സർക്കാരി കാര്യാലയമേ കർമ്മചാരിയൊക്കെ ആപ്പസ് കർമ്മചാരികൾ എന്നാൽ അവിടുത്തെ ജോലിക്കാരുടെ ഇടയിൽ अपनी बातों को संक्षिप्त करने के लिए प्रयोग में लाया जाता है. ഇപ്പോൾ കത്തുകൾക്ക് വേണ്ടിയിട്ട് ഒരു സംക്ഷിപ്ത രൂപ ഒരു കരട് കോപ്പി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ टिप्पणी और टिप्पण का प्रयोग किया जाए तो आपको उनमें भेद समझना चाहिए. ഇപ്പം നിങ്ങൾക്ക് രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലായില്ലേ, टिप्पणी എന്താ टिप्पण എന്താന്നുള്ളത്. अब हम टिप्पण के बारे में विस्तार से चर्चा करें. ഇനി എന്താണെന്ന് ഒരു സംക്ഷിപ്ത രൂപം ഇപ്പം മനസ്സിലായി. ഇനി നമ്മൾ അതിൻ്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് നമുക്ക് നോക്കാം. सरकारी कार्यालयों में सभी कामकाज कागज़ पर होता है. टिप्पण भाग को फाइल के बाईं ओर रखा जाता है. टिप्पण भाग में सहायक और अधिकारी के बीच विचार विमर्श होता है. ഇനി ഓഫീസുകളിലെല്ലാം ഇപ്പൊന്നും കടലാസിലല്ല കേട്ടോ, ഇത് എഴുതുന്ന കാലത്തായിരിക്കും എല്ലാം കടലാസുകളിലാണ് നടന്നിരുന്നത്. ഏതൊരപേക്ഷയാണെങ്കിൽ ഇപ്പൊക്കെ ഓൺലൈനിൽ അയച്ചു കൊടുത്താൽ മതിയല്ലോ. അപേക്ഷകളും എന്തും, ഇപ്പം ഇൻ്റർവ്യൂ വരെ, പഠിത്തം വരെ, ഇപ്പോൾ ഞാൻ പറയുന്നില്ല, എല്ലാ കാര്യങ്ങളും എന്താണ് ഓൺലൈനാണ് വരുന്നത് അല്ലേ. ഓൺലൈനിലാകുമ്പോൾ പരമാനന്ദമല്ല നിങ്ങൾക്ക് പരീക്ഷ എഴുതാനൊക്കെ. അപ്പോൾ എല്ലാം ഓൺലൈനായ സമയത്ത് ഇനിയിപ്പോൾ ഓഫീസുകളിലൊക്കെ കാഗസിലാണ് എഴുത്തുകുത്തുകൾ നടക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് പണ്ട് അങ്ങനെയായിരുന്നു നടന്നിരുന്നത് കേട്ടോ. അപ്പോൾ टिप्पण भाग में सहायक और अधिकारी के बीच विचार विमर्श करते हैं. ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ അയച്ച കത്തിന് മറുപടി അയക്കുകയാണെങ്കിൽ അത് ക്ലർക്കുമാരായിരിക്കും ഏറ്റവും ആദ്യം ചെയ്യുക. ക്ലർക്കുമാർ ചെയ്ത് ഹെഡ് ക്ലർക്കിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഹെഡ് ക്ലർക്ക് അതെന്ത് ചെയ്യുന്നു, അതൊക്കെ വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഇടത് ഭാഗത്ത് എന്ത് ചെയ്യുന്നു, സൈൻ ചെയ്തിട്ട് വിത്ത് ഡേറ്റ് ആയിരിക്കും, ഡേറ്റോട് കൂടിയുള്ള സൈൻ ചെയ്തിട്ട് ആരെടുത്ത് കൊണ്ടുവന്നു, മേലുദ്യോഗസ്ഥൻ്റെ അടുത്ത് കൊണ്ടുവന്നു. മേലുദ്യോഗസ്ഥൻ എന്ത് ചെയ്യുന്നു, അത് വായിച്ചു നോക്കി തൃപ്തിയായാൽ ഓക്കെ പറഞ്ഞിട്ട് സൈൻ ചെയ്യുന്നു. അതില്ലെങ്കിൽ അതിൽ വരുത്തേണ്ടതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തുകയും വേണം. അതാണ് ടിപ്പൺ എന്ന് പറയുന്നത്. അതിന് ശേഷമേ അതൊരു കത്തായിട്ട് അംഗീകരിക്കുള്ളൂ, മനസ്സിലായില്ലേ. ഇപ്പോൾ ഒരു ടിപ്പൺ എഴുതി കൊണ്ടു കൊടുക്കണു, അത് വലിയ മേലുദ്യോഗസ്ഥൻ അത് സമ്മതം തന്നെങ്കിൽ മാത്രമേ അത് കത്തായിട്ട്, ഇപ്പോൾ വന്ന കത്തിനുള്ള മറുപടി ആണെങ്കിലും അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിധത്തിൽ കത്തുകളൊക്കെ അയക്കണ്ടല്ലോ, ഓഫീസിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ പറ്റിയിട്ട് കത്തുകൾ വരും. അപ്പോൾ അതിനൊക്കെ മേലുദ്യോഗസ്ഥൻ്റെ സാങ്ഷൻ കിട്ടിയതിന് മാത്രമേ അത് കത്തായിട്ട് അംഗീകരിക്കുകയുള്ളൂ. അതാണ് टिप्पण എന്ന് പറയുന്നത്. ഇനി आवधियों और दूसरे मामलों को निपटाने के लिए सहायक फाइल पर टिप्पण लिखता है. അതായത് കത്തുകൾക്കോ അല്ല മറ്റെന്തെങ്കിലും, അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കത്തുകൾക്കോ അല്ല മറ്റേതെങ്കിലും കാര്യത്തിനോ കത്തുകൾ അയക്കണമെങ്കിൽ എന്ത് ചെയ്യുന്നു, സഹായക് ഫയൽ पर टिप्पण लिखता है. ഫയലിലൊരു टिप्पण എഴുതി ഉണ്ടാക്കുന്നു. ഫയൽ पर टिप्पण लिखने के बाद टिप्पण के नीचे बाई और सहायक तारीख के साथ हस्ताक्षर करता है. अल्लाह टीचर പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. इसके बाद अनुमोदन के लिए अनुभाग अधिकारी के सामने प्रस्तुत करता है. അങ്ങനെ സഹായക്ക് അതിലെഴുതുന്നു, ഇടത്ത് ഭാഗത്ത് ഒപ്പിടുന്നു, പിന്നീട് എന്ത് ചെയ്യുന്നു, ഉയർന്ന മേലുദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. മേലുദ്യോഗസ്ഥൻ അത് വായിച്ച അനുമോദൻ के लिए अनुभाग अधिकारियों के सामने प्रस्तुत करते हैं. സഹായക ചെയ്ത് അത് അനുമോദൻ करने के लिए, അനുമോദിക്കുക എന്ന മലയാളത്തിൽ വേറെയാണ് അർത്ഥം, ഇതിവിടെ അത് ശരിയാണ്, ഇത് മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, അതിൻ്റെ പ്രസ്തുത करता है. फिर डेस्क अधिकारी के द्वारा टिप्पण के लिए എന്ത് ചെയ്യുന്നു, टिप्पण के लिए होगा तो वह टिप्पण के मान्यता മൗസാദ പ്രസ്തുത करता है. അങ്ങനെ ഒരു കമ്മിറ്റി, ഡെസ്ക് എന്ന് പറഞ്ഞാൽ ഒരു അതിനൊക്കെ ഓരോരോ കമ്മിറ്റികൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ഇതും മറ്റ് കമ്മിറ്റി, ഓരോ കമ്മിറ്റികളൊക്കെ ഉണ്ടായിരിക്കും. അവരെല്ലാവരും കൂടി അങ്ങനെയൊക്കെ ആണെങ്കിൽ കേട്ടോ. സാധാ കത്തുകളൊക്കെ വെച്ചാൽ പെട്ടെന്ന് വിടും.
ആണെങ്കിൽ അതെല്ലാം തീരുമാനിച്ച് ഓക്കെ ആക്കിയിട്ടേ വിടുകയുള്ളൂ. അതുവരെ അത് കത്ത് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ और नीचे बाई और तारीख के साथ हस्ताक्षर करता है. മേലുദ്യോഗസ്ഥൻ എന്താ ചെയ്യുന്നത്? ആദ്യക്ഷർ നഹി ഹെ ഹസ്താക്ഷർ करते हैं. എവിടെയാണ് എഴുതുന്നത്? ബായി ഓർ തന്നെ, ബായി ഓറിലാണ് എഴുതുന്നത്. മറ്റേ ആളും ബായി ഓർ തന്നെയാണ് കേട്ടോ. कार्यालयों में मुख्यतः 2 प्रकार के टिप्पण होते हैं. ഓഫീസുകളിലൊക്കെ 2 തരത്തിലുള്ള ടിപ്പണാണല്ലോ. ഒന്ന് നിയമി ടിപ്പൺ और अन्य नियमित टिप्पण. രണ്ടെണ്ണമാണ്. ഒന്ന് നിയമി ടിപ്പൺ എന്നും പറയും, മറ്റൊന്ന് എന്താണ് അന്യ നിയമിത ടിപ്പൺ എന്നും പറയാം. ഇപ്പോൾ ഏറ്റവും ആദ്യം എന്താണ് നമ്മൾ പഠിച്ചത്? ടിപ്പണിൻ്റെ പ്രകാരം എത്ര ടിപ്പൺ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. അതൊന്നും വിവരിച്ചൊന്നും നിങ്ങൾ പഠിക്കേണ്ട, ഇത്രയും നിങ്ങൾ പഠിച്ചാൽ ടിപ്പൺ എന്താണ്, പ്രാരൂപം എന്താണെന്ന് മാത്രം നിങ്ങൾ പഠിക്കേണ്ട കേട്ടോ. അപ്പോൾ അതൊന്ന് 2 നിയമി ടിപ്പണും അന്യ നിയമിത ടിപ്പൺ, ഇത് 2 നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, 2 പേരെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിനെ പറ്റി വിവരിച്ചൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. देखो നിയമിത നിമ്നലിഖിത പ്രശ്നമൊക്കെ സംക്ഷിപ്ത ഉത്തരം വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ടിപ്പണും പ്രാരൂപണം നമുക്ക് പഠിക്കാനുള്ളത്. ടിപ്പണെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പ്രാരൂപണമാണ് പറഞ്ഞ ഒരു 2-3-4 ചോദ്യങ്ങൾ പറഞ്ഞതിന് ശേഷം പ്രാരൂപൺ ക്യാ ഹേ എന്ന് പറഞ്ഞുതരാം കേട്ടോ. ഫയൽ കെ 2 ഭാഗ് കോൻ കോൻ ഹേ. ഫയലുകൾ സൂക്ഷിച്ച് നിങ്ങൾക്ക് ഓഫീസിൽ പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ വലിയ കടലാസുകളൊന്നും നമുക്ക് ഓഫീസിൽ കാണില്ല, എല്ലാവരും മുന്നിൽ ആ സാധനങ്ങളില്ല, കമ്പ്യൂട്ടറിൽ ഇരിക്കുന്നതിനെ കൊണ്ട് ഫയലുകളുടെ ആവശ്യം എന്നാലും ഉണ്ടാവും, അത്യാവശ്യം ഫയലുകളൊക്കെ ഉണ്ടായിരിക്കും. അതിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ എന്താണ്, ആദ്യം എഴുതിയതിനെ കൊണ്ട് നമുക്ക് ഫയലുകളൊന്ന് പറയണം. 2 വിഭാഗങ്ങളുണ്ട്. ഒന്നെന്താണ് ടിപ്പൺ ഭാഗ് മേ പത്രാചാര ഭാഗ് और ടിപ്പൺ ഭാഗ്. അപ്പോൾ 2 തരം ഫയലുകളാണ്. ഒന്ന് പത്രാചാരം, അന്ന് കത്തുകൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഫയല്. വേറൊന്ന് ടിപ്പൺ, അവർ എഴുതുന്നതായിട്ടുള്ള കത്തുകളുടേതായിട്ടുള്ള ഒരു സെക്ഷൻ. ഇങ്ങനെ 2 സെക്ഷനായിട്ടാണ് ഇപ്പോൾ പറയുന്ന കാര്യത്തിനെ പറ്റിയിട്ട് ഫയലുകൾ സൂക്ഷിക്കാറുള്ളത്. ടിപ്പൺ ഭാഗ് മേ ക്യാ ഹോത്താ ഹെ. ഇനി ആ ടിപ്പൺ ഭാഗത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുന്നതെന്നാണ് ചോദിക്കുന്നത്. ടിപ്പൺ അംഗ്രേസി ശബ്ദ നോട്ടിങ് ഹെ. നമ്മൾ നോട്ട് ചെയ്ത് വെക്കണമെന്ന് പറയില്ലേ, ആ കാര്യം അവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു പറയണ അതാണ് ടിപ്പൺ എന്ന് പറയുന്നത്. टिप्पण शब्द का सामान्य अर्थ किसी मामले में राय या सम्मति देना होता है. ടിപ്പൺ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റിയിട്ട് അഭിപ്രായം ചോദിക്കുകയോ സമ്മതി ചോദിക്കുകയോ ചെയ്യുന്നതിനാണ് ടിപ്പൺ എന്ന് പറയുന്നത് വെച്ചാൽ അതല്ല എഴുതി കൊടുത്ത് അതിലാണ് അംഗീകാരം വാങ്ങിക്കുന്നത്. അതാണ് ടിപ്പൺ എന്ന് പറഞ്ഞാൽ അതാണെന്ന് പറഞ്ഞത്. ഇനി ആവധിക്കോ ഫയൽ കെ കിസ് ഭാഗ് മേ രഖാ ജാത്താ ഹെ. അവധി എന്ന് പറഞ്ഞാൽ കത്തുകളൊക്കെ വന്നിട്ടുണ്ടാവില്ല, അത് ഫയലിൻ്റെ ഏത് ഭാഗത്താണ് വെക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. പത്രാചാർ ഭാഗ് ഫയൽ കെ അന്തർ ഹോത്താ ഹെ. കത്തുകൾ ഒഫീഷ്യലായിട്ടുള്ള ലെറ്റേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരിക്കില്ല, അത് ഫയൽ കെ അന്തർ രഖ്തേ ഹെ, ഫയലിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നു. और पत्राचार भाग फाइल के अंदर होता है जिसमें बाहर से आए पत्र या आवधि को रखा जाता है. അപ്പോൾ കത്തുകളെല്ലാം വന്ന കത്തുകൾ അവിടെ എഴുതുണ്ടാക്കിയ കത്തുകളൊക്കെ ഫയലിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നു. എന്നാൽ സഹായ ടിപ്പൺ കെ നീജ ഹസ്താക്ഷർ കത്താ ഹെ യാ ആദ്യക്ഷർ. അപ്പം സഹായക്ക് അസിസ്റ്റൻ്റ് ഈ ടിപ്പൺ എഴുതിയതിൻ്റെ താഴത്ത് ഹസ്താക്ഷർ സിഗ്നേച്ചറാണോ ചെയ്യുന്നത്, സൈനാണോ ഇടണമെന്ന്. സഹായക്ക് ടിപ്പൺ കെ നീचे बाई और तारीख के साथ ആദ്യക്ഷർ करता है. അപ്പോൾ അസിസ്റ്റൻ്റ് ടിപ്പൺ എഴുതി കഴിഞ്ഞതിന് ശേഷം ബായി ഓർ അതിൻ്റെ ഇടത് ഭാഗത്തായി, ദായി എന്ന് പറഞ്ഞാൽ വലത്, ബായി എന്ന് പറഞ്ഞാൽ ഇടത്ത്. അപ്പോൾ അതിൻ്റെ ഇടത് ഭാഗത്തായിട്ട് ഡേറ്റോട് കൂടി ആദ്യക്ഷർ സൈൻ ചെയ്യുന്നില്ല, സിഗ്നേച്ചർ വേണമെന്നില്ല, അവിടെ സൈൻ ചെയ്യുന്നു. കിസി വ്യക്തി കാ നാം ഹസ്താക്ഷർ തഥാ ആദ്യക്ഷർ മേ മുഖ്യ രൂപ സെ ക്യാ അന്തർ ഹെ. ഏതെങ്കിലും വ്യക്തിയുടെ പേര്, ഹസ്താക്ഷരം തഥാ ആദ്യക്ഷരം, ഇതിൽ എന്തൊക്കെയാണ് മുഖ്യ രൂപമേ രൂപ സെ ക്യാ അന്തർ ഹെ, പ്രധാനപ്പെട്ട വ്യത്യാസം എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ആദ്യക്ഷർ ബഹുത് ചോട്ടാ ഹോത്താ ഹെ, ഹസ്താക്ഷർ പൂരെ കിയെ ജാത്തെ ഹെ. അതായത് ആദ്യക്ഷരം എന്ന് പറഞ്ഞാൽ ടീച്ചർ പറഞ്ഞെന്നാണൊക്കെ വീണ്ടും വീണ്ടും ചോദ്യത്തിന് ഉത്തരം അതിനെ കൊണ്ട് പറഞ്ഞുതരാണ്. ആദ്യക്ഷരം എന്ന് പറഞ്ഞാൽ സിഗ്നേച്ചറിൻ്റെ ഒരു ചെറിയ രൂപം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിന്. മറ്റേത് ഹസ്താക്ഷർ എന്ന് പറഞ്ഞാൽ പൂര സിഗ്നേച്ചർ, നമ്മൾ ഒപ്പിടുക എന്ന് പറയുന്നത്. മറ്റേത് സൈൻ ചെയ്ത ആളെന്നേ പറയുള്ളൂ. നിയമി മാമലെ
കിസ് സ്तर പർ നിപട്ടായ ജാത്തെ ഹെ. നേമി പത്രം എന്ന് പറഞ്ഞില്ല, അത് ഏതൊക്കെ കാര്യങ്ങളിലാണ് നിപട്ടായ ജാത്ത ഒത്തുതീർപ്പാക്കുന്നത്, അതായത് ചെയ്തു തീർക്കുന്നതെന്നർത്ഥം. സാമയിക് और रोज़मर्रा के टिप्पण को नेमी टिप्पण कहते हैं. സാമയിക് സമയാനുകൂലമായിട്ടുള്ളതും रोज़मर्रा നിത്യജീവിതത്തിൽ വരുന്നതായിട്ടുമുള്ള टिप्पणുകളെയാണ് എന്ത് പറയുന്നത്, നേമി टिप्पण എന്ന് പറയുന്നത്. इसका प्रयोजन मामलों को निपटाना तथा ऊपर के अधिकारियों के विचार विमर्श को सुविधाजनक बनाना होता है. ആ टिप्पण കൊണ്ട് എന്താണ് ഉപകാരം നോക്കൂ. ഊപ്പർക്കെ അധികാരിയോക്കോ എന്തെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാൻ, നിപട്ടാന ഒത്തുതീർപ്പാക്കാറില്ല, അതെ ഒത്തുതീർപ്പാക്കാനോ അതല്ലെങ്കിൽ ഊപ്പർക്കെ അധികാരിയോക്കോ മുകളിലിരിക്കുന്ന അധികാരികൾക്ക് ആ കാര്യത്തെപ്പറ്റി വിചാര വിമർശിക്കോ സുവിധാജനക്ക് ബനാനാത്താഹ. അപ്പോൾ പെട്ടെന്ന് മേലുദ്യോഗസ്ഥന്മാർക്കൊന്നും ഈ കാര്യം എന്താ ഏതാണെന്നൊന്നും അറിയണ്ടായില്ല. അപ്പോൾ ഈ കത്ത് വരുമ്പം ചിലപ്പോൾ ആ വ്യക്തി തന്നെ നേരിട്ട് വന്ന് സഹായകന്മാരോട്, അതായത് അസിസ്റ്റൻറ്റുമാരോടൊക്കെ വിവരം പറഞ്ഞാണ്. അപ്പോൾ ഉടനെ എന്ത് ചെയ്യണം, ഈ മേലെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ഈ വിവരങ്ങളൊക്കെ എത്തിക്കണം. അപ്പോൾ ഇവരുടെ എന്താണ് നേമി ടിപ്പണിൽ അതെല്ലാം വ്യക്തമാക്കി കൊടുക്കും. എന്നാലേ മേലുദ്യോഗസ്ഥനെ വായിച്ച കാര്യം മനസ്സിലാവാമല്ലോ. അപ്പോൾ പെട്ടെന്ന് അത് പരിഹരിക്കാനുള്ള വഴിയും കണ്ടെത്താൻ പറ്റും. അതാണ് നേമി टिप्पण എന്ന് പറയുന്നത്. ഇനി അനുഭാഗ് അധികാരി अपने टिप्पण पर कहाँ हस्ताक्षर करता है. ഇനി അനുഭാവി രണ്ടാമത് കാണിക്കുന്ന, അതായത് നമ്മൾ കൊണ്ടുപോയിട്ട് അനുമോദം മേടിക്കാൻ കൊണ്ടുപോകുന്നില്ലേ, ആ അധികാരി ഇത് വായിക്കുന്ന കത്തിൻ്റെ ഏത് ഭാഗത്താണ് ഒപ്പിടുന്നതെന്നാണ് ചോദിക്കുന്നത്. ബായി ഓർ ഹസ്താക്ഷർ കർത്താ ഹെ. ഇടത് ഭാഗത്ത് തന്നെയാണ് ഫുൾ സിഗ്നേച്ചറാണ് ഇടുന്നത്, സൈനല്ല, ഫുൾ സിഗ്നേച്ചർ ഇടുന്നു. ഇനി टिप्पण കിസ് പർ ആധാരിത होता है. टिप्पण എന്ന് പറയുന്നത് എന്തിനെ ആധാരമാക്കിയിട്ടുള്ളതാണ്. आवधि या किसी प्रशासनिक मामले के बारे में हो सकता है. വന്ന കത്തുകൾക്ക് അടിസ്ഥാനമായിട്ട് അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള വല്ല കാര്യങ്ങളെ സംബന്ധിക്കുന്നതായിരിക്കും എന്ന് പറയുന്നത് टिप्पण എന്ന് പറയുന്നത്. അത് എഴുതുന്നത് അതിനെ സംബന്ധിച്ചുള്ളതായിരിക്കും. टिप्पण लिखते समय सहायक ക്രമസംഖ്യ ആദ്യ കഹാൻ ലിഖ്താ ഹെ. टिप्पण എഴുതുമ്പം അതിൻ്റെ ഓരോ കത്തിനും ഓരോരോ ക്രമ നമ്പർ ഉണ്ടാവും. ആ ക്രമ നമ്പർ എവിടെ എഴുതുക എന്നാണ് ചോദിക്കുന്നത്. सबसे पहले सहायक उस पर पत्राचार के पृष्ठ संख्या दर्ज कराएगा और टिप्पण भाग में क्रम संख्या അവധി ദർജ് കരേക. ഏറ്റവും ആദ്യം അത് എഴുതുന്ന സഹായക്ക് എന്ത് ചെയ്യുന്നു, ആ പത്രാചാർക്ക് പൃഷ്ഠസംഖ്യ, ആ പത്രങ്ങളിങ്ങനെ എഴുതി വന്നിട്ടുണ്ടാവില്ല, അതിൻ്റെ എന്താണ് പൃഷ്ഠസംഖ്യ, പേജ് നമ്പർ ഇടുന്നു. അതിനുശേഷം टिप्पण भाग में ആ എഴുതുന്ന ആ സ്ഥലത്തെ ക്രമസംഖ്യ അവധി ദർജ് കരേക. അതായത് ആ കത്തിന് ഉണ്ടാവും ഒരു നമ്പർ, അതും എഴുതുന്നു. അത് രണ്ടും എഴുതുന്നു എന്നർത്ഥം. ഇനി टिप्पण पर सहायक किस और आद्यक्षर करता है. ഏറ്റവും സഹായക്ക് ഏറ്റവും ആദ്യം टिप्पण വായിച്ചിട്ട് ആദ്യക്ഷർ സൈൻ ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. എവിടെയാണ്? ബായി ഓർ ഹസ്താക്ഷർ കർത്താ ഹെ. ഇടതു ഭാഗത്താണ് സൈൻ ഇടുന്നത്. टिप्पण लिखते समय सदैव ध्यान रखने की बात क्या है. टिप्पण എഴുതുമ്പോൾ എപ്പോഴും ഓർമ്മയിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ. विचाराधीन पत्र या समस्या का समाधान होने की दशा में उपयुक्त विकल्पों को प्रस्तुत करें. विचाराधीन पत्र या समस्या का समाधान होने की दिशा में उपयुक्त विकल्पों को प्रस्तुत करें. വിചാരാധീനമായിട്ടുള്ള കത്ത് അല്ലെങ്കിൽ അതായത് ഏതാണോ അതിൽ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള വികാരം അതിന് അധീനമായിരിക്കണം, അതീതമായി പോവരുത്, അധീനമായിരിക്കണം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കത്തും ഇനി അതിന് എന്ത് സമാധാനമാണോ, ഏതാണോ ആ സമാധാനത്തിന് പറ്റിയ ഉപാധി എന്നൊക്കെ വരുന്നതായിട്ടുള്ള വികല്പക്കോ പ്രസ്തുത കർണ. അന്നൊക്കെ അതിന് ഇന്ന കാര്യം ചെയ്താൽ ഇന്നത് മതിയാവും, അല്ല ഇന്ന ചെയ്യണം, ഇന്ന ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആക്ഷേപമല്ല അഭിപ്രായങ്ങളും ഉദാഹരണങ്ങളും അല്ലെങ്കിൽ പോംവഴിയൊക്കെ കണ്ടുപിടിക്കുന്നതിനാണ് എന്ത് പറയുന്നത്. टिप्पण लिखते समय
टिप्पण पर सहायक किस നമ്മൾ ഏതാ വായിച്ചത് ടിപ്പൺ ലിഖ്ത സമയം സദൈവ് ധ്യാൻ രഖ്നെ ബാത്ത് ക്യാ ഹെ എന്നുള്ളതാണ് ചോദിച്ചത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വിചാരാധീനരായിരിക്കണം, അതീതമായി പോകരുത്. പിന്നെയാണെങ്കിൽ സദൈവ് എന്താണ് ഈ ബാത്ത് ക്യാ ഹെ സമയം സദൈവ് ധ്യാൻ രഖ്നെ ബാത്ത് ഹെ. ഏത് എഴുതുമ്പോഴും നമ്മൾ അധീനം or അതീത, അതായത് നമ്മളുടെ വിചാരങ്ങൾക്ക് അധീനമായിട്ടേ നമ്മൾ കുറിപ്പുകൾ എഴുതാൻ പാടുള്ളൂ. അതിൽ മേൽപോട്ടേക്കൊന്നും ആയിപ്പോവാൻ പാടില്ല. പിന്നെ അതിനോടൊപ്പം തന്നെ സമസ്യ സമാധാൻ. സമസ്യ എന്ന പ്രശ്നത്തിനൊരു പ്രോബ്ലം, ആ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ ഉണ്ടായിരിക്കണം എന്നർത്ഥം. അതിനൊരു പോം വഴിയും ഉണ്ടാകത്തക്ക വിധത്തിലായിരിക്കും എഴുതേണ്ടതെന്നർത്ഥം. വിഷയ്ക്ക് അനുസാർ അനുച്ഛേദമേ ബാണ്ട് കറിലേക്ക്. ഇനി 2-3 പോയിന്റുകളുണ്ടെങ്കിൽ ആ ഓരോ പോയിന്റിനും ഓരോരോ അനുച്ഛേദ് പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതണം. പിന്നെ ഏക് ഈ ബാത്ക്ക് ബാർ ബാർ എന്ന ദോഹരായ, ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ടിപ്പണിൽ എഴുതരുത്. കിസി ബി സാത്തി കർമ്മചാരി പർ വ്യക്തിഗത ആക്ഷേപ് നലകായ, ഒരു കാരണവശാലും വ്യക്തിഗതമായിട്ടുള്ള ആക്ഷേപങ്ങളോ പിന്നെന്താണ് പറയുക അവരോടുള്ളൊരു എന്താ പറയുക ഒരു അനുകമ്പ ഒന്നും കാണിക്കാൻ പാടില്ല. സത്യസന്ധമായിട്ട് ന്യായമായ രീതിയിൽ ചെയ്യാൻ പാടുള്ളൂ. ഹമേശ സച്ചി ഓർ തത്യാത്മ ജാൻകാരി, ഇത് എപ്പോഴും സത്യസന്ധമായിട്ടുള്ള അറിവുകളെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ സംക്ഷിപ്ത ഓർ സ്പഷ്ട രൂപ വിചാർ പ്രസ്തുതക്കാരെ, സംക്ഷിപ്തവുമായിരിക്കും എന്നാൽ അത് സ്പഷ്ടവുമായിരിക്കണം. അങ്ങനെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ടിപ്പണിൽ വിഷയം അവതരിപ്പിക്കണം. ഇതാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ടിപ്പറിൻ്റെ അന്ത്മേൻ ദിനാങ്ക് സഹിത ഹസ്താക്ഷർ അഥവാ ആദ്യാക്ഷരക്കാരെ, അതെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം ദിനാങ്കം തന്നെ ഡേറ്റോട് കൂടിയുള്ള ഹസ്താക്ഷർ അഥവാ ആദ്യാക്ഷരക്കാരെ ഒപ്പോ അല്ലെങ്കിൽ സൈനോ ചെയ്യേണ്ടതാണ്. ഇനി അതിൽ പ്രാരൂപൺ का तात्पर्य है किसी भी पत्र के उत्तर का एक कच्चा रूप तैयार करना. പ്രാരൂപം എന്ന് പറഞ്ഞാൽ ഏത് കത്തിനെങ്കിലും ഒരു പ്രാരൂപം തയ്യാറാക്കുക, ഒരു കച്ചാ രൂപം തയ്യാറാക്കുന്ന ഒരു എന്താ പറയുക, നേരത്തെ നമ്മൾ പറഞ്ഞില്ല എന്താ കരട് കോപ്പി എന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു കത്ത് ആദ്യം എഴുതി ഉണ്ടാക്കുക. दूसरे शब्दों में किसी भी कार्यालय में कोई पत्र प्राप्त होता है तो उत्तर देने के लिए पत्र का एक कच्चा रूप तैयार किया जाता है. किसी भी कार्यालय में कोई पत्र सहायक अथवा अधिकारी द्वारा प्रस्तुत किया जाता है, उस पर उच्च अधिकारी का अनुमोदन किया जाता है. അപ്പോൾ ഏത് ഒരു ഓഫീസിലും സഹായക ആദ്യം ആ വന്ന കത്തുകളോ എഴുതാനുള്ള കത്തുകളോ ആദ്യമേ തയ്യാറാക്കും. എന്നിട്ട് അത് ആരെ കാണിക്കുള്ളൂ, മേലുദ്യോഗസ്ഥ. ഇപ്പോൾ ടിപ്പണിൽ പറഞ്ഞ അതേ നിയമങ്ങളൊക്കെ തന്നെ മേലുദ്യോഗസ്ഥനെ കാണിക്കുകയുള്ളൂ. അനുമോദനക്ക് പൂർവ്വ, അനുമോദനം ചെയ്യുന്നതിൻ്റെ മുന്നേ പത്രികോ പ്രാരൂപ കഹാജാത്ത ഹെ, എഴുതുന്ന കത്തിനെയാണ്, അതായത് അനുമോദനത്തിന് മേലുദ്യോഗസ്ഥൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നതിൻ്റെ മുന്നേ എഴുതുന്ന കത്തിനെയാണ് പ്രാരൂപൻ, അല്ലെങ്കിൽ വേറൊരു പേരെന്താണ് മൗസദ എന്ന് പറയും. അത് വേറൊരു വാക്കാണ് കേട്ടോ. അത് പറയുന്നത് അനുമോദൻ കെ ബാദ് വ പത്ര ബഞ്ചാത്ത, അനുമോദനത്തിന് ശേഷം മാത്രമേ അത് ഒറിജിനൽ ലെറ്റർ ആവുകയുള്ളൂ. പഹലെ കह चुका है कार्यालय प्रक्रिया में 2 भाग होते हैं, टिप्पण भाग और प्रारूपण भाग. टिप्पण भाग में कर्मचारी द्वारा विषय के बारे में पूरी जानकारी संक्षिप्त रूप में लिखता है. ഇപ്പോൾ പ്രാരൂപം പറഞ്ഞു ടിപ്പണും പറഞ്ഞു. ഇപ്പോൾ ടിപ്പണി ഒന്നും കൂടി എടുത്ത് പറയുകയാണ്. ടിപ്പൺ എന്ന് പറഞ്ഞാൽ കർമ്മചാരി മുഖേന വിഷയത്തെ സംബന്ധിച്ച് പൂരി ജാൻകാരി സംക്ഷിപ്ത രൂപ में लिखी जाती है. അതായത് ആ വിഷയത്തിൻ്റെ ഒരു ചെറിയ സംക്ഷിപ്ത രൂപമാണ് टिप्पणी എഴുതുന്നത്. എന്നാൽ പ്രാരൂപനിലോ अपने विचारों से भी अवगत कराया जाता है. दूसरे भाग प्रारूपण में कर्मचारी एक संभावित पत्र की रूपरेഖ तैयार करता है. അത്രയേ ഉള്ളൂ. അതായത് സാധ്യതയുള്ള ഒരു കത്തിൻ്റെ ഒരു രൂപരേഖ ഔട്ട്ലൈൻ ഉണ്ടാക്കുകയേ ചെയ്യുന്നുള്ളൂ എന്നർത്ഥം. ടിപ്പണും പ്രാരൂപണും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഇതാണ് ടിപ്പൺ और प्रारूपण. प्रारूपण की विशेषताएं क्या क्या है? प्रारूपण കുറച്ച് പ്രത്യേകതയുണ്ട്, അതുകൂടെ നോക്കിയാൽ ഓക്കെ. प्रारूपण तैयार करते समय पत्राचार के विभिन्न रूपों की जानकारी आवश्यक है.
ഇപ്പോൾ ഒരു കത്തിന് ഇടപാട് നടത്തുമ്പോൾ എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണം എന്നുള്ളതിനെ പറ്റി നമ്മൾ പ്രാരൂപൺ എഴുതുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ प्रारूपण अपने में പൂർണ്ണത വിഷയ पर आधारित है. അത് പരിപൂർണമായിരിക്കണം. പ്രാരൂപണിലെ വിഷയം പൂർണ്ണമായിരിക്കണം. പിന്നെന്താണ് വിഷയപ്പർ ആധാരിത ഹോ. ആ എഴുതുന്ന സംഭവം ഏതൊരു വിഷയത്തെ പറ്റിയാണോ എഴുതുന്നത് അതിനെ അടിസ്ഥാനമായിരിക്കണം. അതിൽ അധിഷ്ഠിതമായിട്ടുള്ളത് മാത്രമേ എഴുതാൻ പാടുള്ളൂ. പിന്നെ മൂന്നാമത്തെ എന്താണ് प्रारूपण में तैयार करते समय क्रमबद्ध ढंग से विचारों को संक्षिप्त रूप में प्रस्तुत किया जाए. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ് അത് പോയിന്റുകളുണ്ട്. ഓരോരോ എന്താ പറയുക പോയിന്റ് എന്നുള്ളതിന് എന്താ പറയുക സംക്ഷിപ്ത അല്ല പറയുന്നതിന് തത്വങ്ങളുണ്ടെങ്കിൽ പോയിന്റ് പറഞ്ഞാൽ തത്വങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കി ഓരോരോ പാരഗ്രാഫ് എഴുതണം എന്ന് പറഞ്ഞാൽ അതിവിടെയും വേണം. प्रारूप तैयार करते समय क्रमबद्ध ढंग से विचारों को संक्षिप्त रूप में प्रस्तुत किया जाए. संदर्भ रहित बातों से बचाए. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഓരോ പോയിൻറ്റ്സ് എടുത്ത് നമ്മൾ ചെറിയ ചെറിയ പാരഗ്രാഫ് എഴുതുക. എന്നാൽ ഒരിക്കലും എന്ത് ചെയ്തത് ആ സന്ദർഭത്തിന് അനുസരിക്കാത്ത സന്ദർഭത്തിൽ ഉൾക്കൊള്ളാത്ത ഒരു കാര്യവും ആ പ്രാരൂപത്തിൽ വരാനും പാടില്ല. ഇനി यदि पत्रिका दिया जा रहा हो तो वह സമുചിത തഥാ സട്ടീക്ക് होना चाहिए. ഇനി കത്ത് കൊടുക്കുകയാണെങ്കിൽ അത് സമുചിതമായിരിക്കണം, എല്ലാവിധത്തിലും ഉചിതമായതായിരിക്കണം. പിന്നെ സട്ടീക്ക് होना चाहिए, എല്ലാം കൃത്യമായതുമായിരിക്കണം. ശുദ്ധത തഥാ തത്യാത്മകത സർക്കാരി കാം കാഗജോമേ അനിവാര്യ है. സർക്കാർ കാര്യങ്ങളിൽ ശുദ്ധത വേണം, സത്യസന്ധമായിരിക്കണം. തത്യാത്മകത തത്വമടങ്ങിയതും ആയിരിക്കണം. അത് രണ്ടും സർക്കാർ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരിക്കണം. എന്നതൊന്നും ഇല്ല കേട്ടോ, അത് വേറെ കാര്യം. एक छोटी सी भूल भी बड़ी महंगी पड़ सकती है. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊന്നും ഇല്ലാഞ്ഞാൽ ചെറിയൊരു അബദ്ധം പോലും വലിയ കാര്യമായിട്ട് തീർന്നു പോകും. അപ്പോൾ ഇതാണ് ഇന്ത്യയിലെ എന്താണ് ടിപ്പൺ ഓർ പ്രാരൂപൺ എന്നുള്ളത്. ആ അധ്യായം നമുക്ക് കഴിഞ്ഞു. ഇനി അടുത്തത് 21 കഴിഞ്ഞ് 23 ഇന്ത്യക്ക് വിവിധ പ്രയുക്തി ക്ഷേത്ര. പ്രയുക്തി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കില്ലേ, നമ്മളുടെ സംസാരങ്ങൾ പല വിധത്തിലായിരിക്കും. ഇതിപ്പോൾ ഒഫീഷ്യലായിട്ടുള്ളതുകൊണ്ട് നാട്ടിൽ വരുന്നതായിട്ടുണ്ട്, പിന്നെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ടീച്ചർ ഇപ്പോൾ ചുരുക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ നമ്മളുടെ മലപ്പുറക്കാരൻ്റെ ഭാഷയാണോ തൃശ്ശൂർ ആ ഭാഗത്തേക്ക് ചെന്നാൽ കണ്ണൂർ ആ ഭാഗത്തേക്ക് ചെന്നാൽ അല്ല. തൃശ്ശൂരും വിട്ട് തിരുവനന്തപുരം എന്നാണല്ലോ ചില വാക്കുകളൊന്നും തീരെ മനസ്സിലാവില്ല. ഒരിക്കലും ഒരു തിരുവനന്തപുരത്തുകാരൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട്, ഞങ്ങളുടെ വീട്ടിലല്ല ഞങ്ങളുടെ അയൽവാസിയുടെ വീട്ടിൽ വന്നിട്ട് ഇവർ കയറി വന്നത് ആ വീട്ടുകാർ നിങ്ങൾ കുത്തിറക്കി ഞാൻ പോയി ചായിട്ടുണ്ടരാന്ന്. അപ്പോൾ ഇവരിങ്ങനെ അന്തം വിട്ട് വായിൽ നിൽക്കണം. നിങ്ങൾ കുത്തിറക്കി എന്ന് വന്നപ്പോൾ അവർക്കത് മനസ്സിലാവുന്നില്ല. കാരണം നമ്മളുടെ മലപ്പുറത്തെ ഭാഷ അതാണ്, കുത്തിരുന്നോളി അവിടെ നിന്നോ അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ തിരുവനന്തപുരത്ത് കുത്തിറക്കി എന്ന് വന്നിട്ട് മനസ്സിലായില്ല. പിന്നെ തൃശ്ശൂർക്ക് ചെന്നാലും അതേപോലെ ഒരുപാട് വ്യത്യാസങ്ങൾ. ആ പ്രാദേശികമായിട്ട് എന്താ പറയുക 6 നാട്ടിൽ 100 ഭാഷ അറിഞ്ഞമായിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങളിൽ നമ്മളുടെ നാടൻ ഭാഷകളിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഇതിൽ പറയുന്നത് നാടൻ ഭാഷയുണ്ട് വരുന്നുണ്ട്, ഔദ്യോഗികമായിട്ടുള്ള ഓരോ രംഗത്തുള്ളത് ഒരു ഡോക്ടർ ഓഫീസിൽ അല്ലെങ്കിൽ ആശുപത്രിയിൽ സംസാരിക്കുന്ന ഭാഷയായിരിക്കില്ല ഡോക്ടറുടെ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടാവുക. മനസ്സിലായില്ലേ? ഒരു എൻജിനീയർ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജിൻ്റെ അടുത്ത് ചെന്നിട്ട് അവിടുത്തെ പണിക്കാരോട് പറയുന്ന ഭാഷയായിരിക്കുമോ വീട്ടിൽ ചെന്നിട്ട് പറയുക? അല്ല. ഒരു അധ്യാപകൻ ഉപയോഗിക്കുന്ന വാക്കുകൾ, ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന വാക്കുകളായിരിക്കും അധ്യാപകൻ വീട്ടിൽ ചെന്നിട്ട് ഉപയോഗിക്കുക. ഒന്നുമല്ല, പലതരം വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് വിവിധ പ്രയുക്തിയാം. ഇവിടെ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് പറയുന്നുണ്ട് ഏതൊക്കെ രംഗത്തെ എന്തൊക്കെ എന്നുള്ളത്. संक्षिप्त रूप से मैं बता देना चाहती हूँ, तो ध्यान दें. अलग अलग कार्य क्षेत्र से संबंधित लोगों जैसे डॉक्टर, वकील, पत्रकार, वैज्ञानिक आदि के द्वारा अपने कार्य क्षेत्र में प्रयुक्त भाषा ही प्रयोजन मूलक भाषा का रूप धारण करती है. ഇതാണ് എന്ത്
പ്രയുക്തികൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഒരു ഡോക്ടർ, വക്കീൽ, പത്രപ്രവർത്തകൻ, ഒരു ശാസ്ത്രജ്ഞൻ തുടങ്ങിയ ആളുകൾ അവരവരുടെ ഫീൽഡുകളിൽ ഉപയോഗിക്കുന്ന വാക്കുകളുടെ പ്രയോജനം മൂലക് ഭാഷാക്ക രൂപ് ധാരൺ കർത്തെ, അതാണ് അവരുടെ മൂലഭാഷ, പ്രധാനപ്പെട്ട ഭാഷയായിട്ട് തീരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ डॉक्टर इंजीनियर इस प्रकार विषयगत संदर्भगत प्रयोगों के कारण भाषा प्रयोग में जो अनेक विविधता पैदा होती है उसे भाषा विज्ञान के क्षेत्र में भाषा प्रयुक्ति कहा जाता है. അപ്പോൾ ഇങ്ങനെ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങളാണ് ഭാഷാ വിജ്ഞാനത്തിൽ ഭാഷാ പ്രയുക്തികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ടീച്ചർ പറഞ്ഞില്ല, കണ്ണൂക്കാർ പറയുന്ന പയ്യോളിക്കാർ ഇങ്ങോട്ട് എടുത്ത് ചാടിക്കോളി എന്ന് പറയും, പറഞ്ഞോളി എന്ന് പറയും. ആ ഓളിന്ന് എടുത്താണ്ട് ഇട്ടേക്ക് എന്നുള്ളതെന്ന് പറയുന്നത് എടുത്ത് ചാടിക്കാളി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ നാട്ടിൽ നമ്മളതെടുത്താണ്ട് ഇട്ടാളാ എന്ന് പറയാം, അല്ലെങ്കിൽ കളഞ്ഞാളാന്ന് പറയില്ല. അതിന് പകരം ഇജ്ജെന്നല്ല ഒരു പ്രത്യേക ഭാഷയിൽ അവർ പറയാം, എടുത്താണ്ട് ചാടിക്കാളി എന്ന് പറയാം. അവരിപ്പോൾ ചോറുണ്ടായല്ലേ വെച്ചാൽ പറയാം, ഇനി അതെടുത്താണ്ട് ചാടിക്കാളി എന്ന് പറയും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അത് കേട്ട് ചാടാൻ പോകില്ല. പിന്നെ തൃശ്ശൂർക്കാർക്കാണെങ്കിൽ അവരെന്താണ്, നല്ലൊരു പ്രത്യേക തൃശ്ശൂരാണ് കേരളത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രം എന്നൊക്കെ പറയുന്നുണ്ട്. എത്രമാത്രമാണെന്നൊന്നും ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും പറയില്ല. അപ്പോൾ അങ്ങനെയുള്ള കേന്ദ്രമാണ് തൃശ്ശൂർക്കാരുടെ ഭാഷയും നിങ്ങൾ കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പം അങ്ങനെയുള്ള വ്യത്യാസങ്ങൾക്കാണ് ഓരോ ഭാഗത്ത് ഏതൊക്കെ തരത്തിലുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ രീതിക്കാണ് പ്രയുക്തികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ प्रयुक्ति वास्तव में भाषा के भीतर एक भाषा का विशिष्ट रूप लिए होता है. ഇപ്പോൾ ഇതിലിടയ്ക്ക് നമ്മളുടെ മലപ്പുറത്തെ ചില ഭാഷകൾ നമുക്ക് തന്നെ തിരിച്ചറിയാത്ത വിധത്തിലുള്ള വാക്കുകളൊക്കെ പ്രയോഗിക്കുന്ന ഏരിയകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെ മലപ്പുറത്ത് തന്നെ അങ്ങനെ ഉണ്ട്, പിന്നെ ദൂര സ്ഥലത്ത് ഇത് പറയാനില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പ്രയോഗം കൊണ്ടൊരു പ്രത്യേക ഭാഷ തന്നെ ഉണ്ടായിത്തീരുകയാണ്. ഭാഷാ പ്രയുക്തിയെ കൊണ്ടിട്ട് ഒരു പ്രത്യേക ഭാഷ തന്നെ ഓരോ ഏരിയയിലും ഉണ്ടായിത്തീരുന്നു എന്ന് പറയുന്നത്. जिससे उस भाषा की व्यापक विशेषताएं उसमें स्वतः ही आ जाती है. അതുകൊണ്ട് ആ ഭാഷയുടെ പ്രത്യേകതകളൊക്കെ അവിടെ തന്നെ വന്നു ചേരുന്നു. ഇപ്പോൾ മലപ്പുറക്കാർ ഇജ്ജ് ഓൻ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ നമ്മൾ ചെന്ന് ഇജ്ജ് ഓനോട് എനിക്ക് പറയാൻ കിട്ടില്ലത്, അങ്ങനത്തെയൊക്കെ വാക്കുകൾ ഉപയോഗിക്കലുണ്ട്. ഇജ്ജെന്നും ഓനും ഓളെന്നും ഒക്കെ പറയുന്നത് പെരാന്ന് പറയും. ഇങ്ങനെയുള്ള ഓരോരോ വാക്കുകളാണ് നമ്മളുടെ നാട്ടിൽ. പക്ഷേ പെരാന്നും ഓനെന്നും ഓളെന്നും നമ്മളിവിടെ പോളാന്ന് പറയൂല്ലേ, പിന്നെ കൊട്ടാന്ന് പറയും. ഈ പൂളാന്നും കൊട്ടാന്നും ഒക്കെ തെക്കോട്ട് പോയി കഴിഞ്ഞാൽ ഇത്ര അസഭ്യമായൊരു വാക്കില്ല എന്നാണ് പറയണത്. അതൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു വിവരമില്ലാത്തവരാണ് എടുത്ത് നമ്മളെ ചുവടത്തടിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ പ്രയുക്തികൾ നമ്മളുടെ തൊട്ടടുത്ത നാടുകളിലും നമുക്കും ഒക്കെ ഉണ്ട്. ഓരോ ദേശത്തിനനുസരിച്ചുള്ള പ്രയുക്തികൾ അവർ ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ ഡിപ്പാർട്ട്മെൻ്റലായിട്ടുള്ള രംഗത്തിലും വരുന്നത് എന്നാണ് ലേഖകൻ പറയുന്നത്. प्रयुक्ति वास्तव में भाषा के भीतर एक भाषा का विशिष्ट रूप लिया जाता है, जिससे उस भाषा की व्यापक विशेषताएं उसमें स्वतः ही आ जाती है. അതുകൊണ്ടിട്ട് ആ ഭാഷയുടെ പ്രത്യേക പ്രയോഗങ്ങൾ അതിൽ വരുന്നു. शब्दावली प्रयुक्ति प्रवृत्ति का महत्वपूर्ण आधार होती है. शब्दावली प्रयुक्ति के निर्धारण में अहम भूमिका निभाती है. ഈ പ്രയുക്തി എന്ന് പറഞ്ഞത് ശബ്ദാവലികളിൽ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്രയുക്തിക്ക് അതിൻ്റേതായിട്ടുള്ള അഹം, എൻ്റേത് എന്നുള്ളൊരു കഴിവ് കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. विभिन्न क्षेत्रों में एक ही शब्द अर्थ भिन्न भिन्न हो सकता है. उदाहरण के लिए पद. ഇനിയിപ്പോൾ ഇനി ഭാഷാപരമായിട്ട് നോക്കുകയാണെങ്കിൽ പദ് എന്നുള്ള വാക്ക് അല്ലേ, അതായത് ഭാഷയുടെ രംഗത്ത് വരുമ്പോൾ അത് പദ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രയോഗ കവിതയ്ക്ക് അന്തർഗത ചന്ദ് വിശേഷ കെലിയ ഒത്താഹ. ഒരു പദം സുഭദ്രാകുമാരിയുടെ അല്ല, മീരാബായിയുടെ പദം, തുളസീദാസിൻ്റെ പദം. തുളസീദാസ് 90% ചൗപ്പായിയാണ്, എന്നാലും പദങ്ങൾ എഴുതിയിട്ടുണ്ട്. സൂര്യദാസിൻ്റെ പദങ്ങൾ എന്നൊക്കെ പറയും. അത് കവിതാരചനയിൽ ചന്ദ്, നമ്മൾ വൃത്താലങ്കാരം എന്നൊക്കെ പറയില്ല, ആ രൂപത്തിൽ പെടുന്നു. എന്നാൽ മറ്റുള്ള സ്ഥലത്താണെങ്കിലോ ബോൾചാൽ കി ഭാഷാമേ, നമ്മുടെ സംസാര ഭാഷയിൽ പദെന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്റ്റാറ്റസ്, ഒരു ലെവല്. അവൻ്റെ പദവി ഇപ്പം എന്താന്ന് പറയില്ലേ,
അതിനെയാണ് പദ് എന്ന് പറയുന്നത്. അവൻ നല്ല പദവിയിലെത്തി. നമ്മൾ പച്ച മലയാളത്തിൽ പറയുമ്പോൾ പദവി എന്നാണ് പറയുന്നത്. ആ ഒരു സ്റ്റാറ്റസ് എന്നുള്ളതിൽ അർത്ഥത്തിലാണ് പദ് എന്ന് പറയുന്നത്. പിന്നെ അർത്ഥക്ക പയർ ഒത്താഹ, വേറൊരു സ്ഥലത്ത് എന്തുണ്ട്, കാല് എന്നുള്ള അർത്ഥവും വരുന്നുണ്ട്. അപ്പോൾ प्रशासनिक क्षेत्र में पद शब्द का अर्थ ओहदा होता है. ഇനിയിപ്പോൾ പറഞ്ഞല്ലോ ജോലിയുടെ മറ്റുള്ള കാര്യത്തിലൊക്കെ വരിക വെച്ചാൽ ഓഹദ അതായത് ഏത് നിലയിലാണ്, സ്ഥാനം എന്താണ് എന്നുള്ള അർത്ഥത്തിലും വരാം. അവൻ്റെ പദവി ഇപ്പം ഇന്നതാണ്, ഹെഡ്മാഷാണ്, അല്ലെ എയ്യോ ആണ്, അല്ലെ ഡിഒ ആണെന്നൊക്കെ പറയില്ല. അതാണ് അവിടെ പദം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പദം എന്നുള്ള ഒറ്റ വാക്കിന് എന്തൊക്കെ അർത്ഥമുണ്ട്? ചന്ത്, അലങ്കാരം എന്നുള്ള അർത്ഥമുണ്ട്. പിന്നെന്താണ്? കാല് എന്നുള്ള അർത്ഥമുണ്ട്. ഓഹദ, സ്ഥാനം എന്നുള്ള അർത്ഥമുണ്ട്. 3 അർത്ഥങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിനൊക്കെയാണ് പ്രയുക്തി എന്ന് പറയുന്നത്. किसी विषय के विशेषता या संदर्भ ही भाषा का स्वरूप निर्धारित करता है. അപ്പോൾ എന്താണ്? ഭാഷയുടെ സ്വരൂപത്തെ നിർദ്ധാരണം ചെയ്യുന്നത് ആരാണെന്ന് പറയുന്നത്? ഏതെങ്കിലും വിഷയത്തിൻ്റെ പ്രത്യേകതയുടെ സന്ദർഭത്തിനനുസരിച്ചായിരിക്കും. ഏതെങ്കിലും ഒരു കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാര്യത്തിൻ്റെ സന്ദർഭോചിതമായിട്ടുള്ള അവസരത്തിനനുസരിച്ചായിരിക്കും ആ വാക്കിന് അവിടെ അർത്ഥം എടുക്കേണ്ടി വരുന്നത്. വിധിക്ഷേത്രയ്ക്ക് ഭാഷ, ഇനി നിയമം, കാനൂൻ, അതായത് കോടതി ഭാഷ, കോടതിയിലൊക്കെ പറയുന്നത് നോക്കൂ. എന്താണ്? ദോ വ്യക്തിയോക്കെ ബീച്ച് വിവാദ കെ മാമലേക്ക് സൂചന ദേത്താ ഹെ. അതായത് 2 വ്യക്തികളുടെ തർക്കങ്ങൾ കോടതിയിൽ കേസുമായിട്ടാണല്ലോ ചെല്ലുക. അപ്പോൾ ഞാനും വേറൊരാളും കൂടെ കേസുണ്ടെച്ചാൽ ഞങ്ങൾ 2 ആളും കൂടെ ചെല്ലും. അവിടെ ഞങ്ങൾ എന്താ വരും? ദൂസരെ ക്ഷേത്രമേ അർത്ഥ ഭിന്ന ഹോത്താ ഹെ. അപ്പോൾ അവരെ ഈ ബനാം എന്നാണ് അവിടെ പറയുക. ഈ കേസ് കൊണ്ട് ചെല്ലുന്ന ആളുകളെ ബനാം എന്നറിയും. എന്നാൽ പൊതുരംഗത്ത് നമ്മൾ വേറെ ഏതെങ്കിലും രംഗത്ത് നാട്ടുമ്പുറത്തൊക്കെ പറയാൻ വെച്ചാൽ അയാൾക്കൊരു ബനാമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ചീത്തപ്പേര് എന്നുള്ള അർത്ഥത്തിൽ അവിടെ അർത്ഥം വരുന്നുണ്ട്. അപ്പോൾ ഒരേ വാക്കിന് പല അർത്ഥത്തിലും പല രംഗത്തും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ वकील कोर्ट के अंदर कैसे बातचीत करता है वे ऐसा ही होगा उनके घर में बिल्कुल अंदर होगा. അപ്പോൾ അദ്ദേഹം വക്കീലായിട്ട് കോർട്ടിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹം ഔപചാരിക് രൂപമേ ബാത്തേം കർത്തെ ഹെ. ഔദ്യോഗികമായ രൂപത്തിലായിരിക്കും സംസാരിക്കുക. എന്നാൽ വീട്ടിൽ ചെന്ന ഭാര്യയോട് മക്കളോട് അങ്ങനെ സംസാരിക്കുക, അവിടെ അനൗപചാരികമായിട്ടുള്ള സംസാരമായിരിക്കും ഉണ്ടായിരിക്കുക. അതുതന്നെയാണ് ഒരു ഡോക്ടറുടെ സ്ഥിതി. ഡോക്ടർ രോഗികളോടും അല്ലെങ്കിൽ അവരുടെ ആ ഫീൽഡിൽ മെഡിക്കൽ വിഭാഗത്തിൽ അതിനനുസരിച്ചുള്ള പദങ്ങളൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക. എന്നാൽ വീട്ടിൽ വന്ന കുട്ടികളോടും മക്കളോടും അതേ വാക്കുകൾ ഉപയോഗിക്കുക ഇല്ല. അപ്പോൾ അതാണ് അവിടെയാണ് എന്ത് പറയുന്നത്? ബനാം പ്രയുക്തികളുടെ പ്രയോഗം നമ്മൾ മനസ്സിലാക്കേണ്ട അങ്ങനെയുള്ള സ്ഥലത്താണെന്ന് അർത്ഥം. ഈ ഔദ്യോഗിക और वैज्ञानिक तथा तकनीक सामान्य व्यवहार के हिंदी का इस्तेमाल दैनिक दिन में बातचीत के रूप में होता है. അപ്പോൾ ഔദ്യോഗികरण वैज्ञानिक तकनीकी सामान्य व्यवहार के हिंदी का इस्तेमाल दैनिक जीवन में बातचीत के रूप में होता है, जो प्रायः सगे संबंधियों के औद्योगिक केंद्रों के पर्यटन केंद्रों में या रेलवे प्लेटफॉर्म आदि पर प्रयुक्त होता है. അപ്പം അതായത് നമ്മൾ പ്രയുക്തികൾ എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിലും വ്യത്യസ്തമാണ്. ഇപ്പോൾ ഹിന്ദി തന്നെയാണെങ്കിലും നിങ്ങൾക്കറിയാം, ഹിന്ദിക്കാർ ഇവിടെ വന്നാൽ നമ്മളുടെ ആ സംസാര ഭാഷ അല്ല, നമ്മൾ പഠിച്ച ഹിന്ദി ആയിരിക്കില്ല അവർ. പക്ഷേ ഒറിജിനൽ ഹിന്ദി അല്ലട്ടോ, അവർ ബംഗാളികളും പഞ്ചാബികളും ഒക്കെയാണ്. അപ്പോൾ നമ്മളുടേതായിട്ടുള്ള എന്താണ് നാട്ടിനനുസരിച്ച് അല്ലെങ്കിൽ ജോലിക്കനുസരിച്ചുള്ള ശബ്ദ വ്യത്യാസങ്ങളാണ്, ഭാഷയിൽ വരുന്ന ശബ്ദ വ്യത്യാസങ്ങളാണ് പ്രയുക്തി എന്ന് പറയുന്നത്. ഇനി കുറച്ച് 1-2 ചോദ്യങ്ങളും കൂടെ പറഞ്ഞുതരാം ടീച്ചറ്. रिक्त स्थानों की पूर्ति करें. हिंदी को राजभाषा का दर्जा दिया गया എപ്പോഴും? ഏത് വർഷമാണെന്നാണ് ചോദിക്കണത്. എപ്പോഴാണ്? 14-14 सितंबर 1949 को 1949 സെപ്റ്റംബർ 14-ാം തീയതിയാണ് ഹിന്ദിയെ നമ്മുടെ ഇന്ത്യയുടെ രാജ്യഭാഷയായിട്ട് അംഗീകരിച്ചത്. ഇപ്പം അങ്ങനെയൊന്നല്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അത് പോട്ടെ, അങ്ങനെ അംഗീകരിച്ച് നമ്മളുടെ ഭരണഘടനയിലുണ്ടത്. ഇനി മുझे
आपसे अनुरोध करने का ഡാഷ് ഹുവ. എനിക്ക് താങ്കളോട് അപേക്ഷിക്കുവാനുള്ള ഡാഷ് ലഭിച്ചു. ആജ്ഞ ലഭിച്ചു എന്ന് പറയോ? ആദേശം ലഭിച്ചു എന്ന് പറയോ? ഇല്ല, നിർദ്ദേശം. എന്താ പറയുക? നിർദ്ദേശം ലഭിച്ചു എന്നാണ് പറയുക. ഇനി അടുത്തത്, പ്രാചീൻ കാൽ സെ ഹി ഭാരത് വ്യാപാർ കെ ക്ഷേത്ര മേ ഡാഷ് രഹാ ഹെ. പ്രാചീന കാലം മുതൽ തന്നെ ഭാരതീയർ വ്യാപാര രംഗത്ത് നന്ന താഴെയായിരുന്നോ, നന്ന ഉയരത്തിലായിരുന്നോ, നടുക്കായിരുന്നോ? ഏതാണ് ഏറ്റവും ഉയരത്തിൽ? അതിനെന്താ പറയുക? അഗ്രണി രഹാ ഹെ. ഇനി അടുത്തത്, लेखाकरण प्रणाली द्वारा सभी वित्तीय कार्य व्यापार लेखा वाहियों में रिकॉर्ड कर लिए जाते हैं. लेखाकरण प्रणाली में द्वारा सभी वित्तीय कार्य व्यापार लेखा वाहियों में रिकॉर्ड कर लिए जाते हैं. അതായത് അഗ്രണി എന്നുള്ളതിനാണ് പ്രയോജൻ മൂലക്ക് ഹിന്ദി സെ ആപ് ക്യാ സമജ്തേ ഹെ. ആ ചോദ്യമാണ് ടീച്ചർ വായിച്ചു പോയത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കേട്ടോ വേറെ വരുന്നത്. അത് നോക്കാം. ആ ചോദ്യം പൂർണ്ണമല്ലാത്തത് കൊണ്ടിട്ട് അവിടെ നിൽക്കട്ടെ കേട്ടോ, ടീച്ചർ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇനി അടുത്ത ചോദ്യം, പ്രയോജൻ മൂലക്ക് ഹിന്ദി സെ ആപ് ക്യാ സമജ്തേ ഹെ. പ്രയോജൻ മൂലക്ക് ഹിന്ദി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? रोज़मर्रा के जीवन के विविध विशिष्ट आवश्यकताओं को पूरा करने के लिए जो भाषा प्रयोग में लाई जाती है वह प्रयोजन मूलक भाषा होती है. അപ്പോൾ रोज़मर्रा के പ്രയോജൻ മൂലക ഹിന്ദി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കിയതെന്ന് എന്താ പറയുന്നത്? റോസ്മർറാ കെ ജീവൻ കെ, നിത്യജീവിതത്തിൽ, അതായത് നിത്യം നമ്മളിങ്ങനെ ജീവിക്കില്ല, നമ്മുടെ ഉപജീവനത്തിൽ വരുന്ന വിവിധ വിശിഷ്ടമായ ആവശ്യകതകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ജോ ഭാഷ പ്രയോഗമേ ലായി ജാത്തി ഹെ. ഏതൊരു ഭാഷയാണോ നമ്മൾ പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത് അതാണ് പ്രയോജൻ മൂലക ഭാഷ എന്ന് പറയുന്നത്. പ്രയുക്തിക്ക് സങ്കല്പന पर विचार कीजिए. प्रयुक्ति എന്ന് പറഞ്ഞാൽ എന്താണ്? विभिन्न सामाजिक परिस्थितियों और भिन्न भिन्न भूमिकाओं में किसी व्यक्ति के भाषिक व्यवहार में किस प्रकार के परिवर्तन होते हैं इसे समझाने के प्रयास ये प्रयुक्ति की जाती है. അപ്പോൾ പ്രയുക്തി എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന, നേരത്തെ ടീച്ചർ പറഞ്ഞു എന്താണ്, പ്രാദേശികമായ അടിസ്ഥാനത്തിൽ ഒരു വാക്ക് തന്നെ പല വിധത്തിൽ ഉപയോഗിക്കുന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള പ്രയോഗത്തിനെയാണ് എന്ത് പറയണത്? പ്രയുക്തി എന്ന് പറയുന്നത്. इसे प्रयुक्त का अर्थ होता है प्रयोग में लगा हुआ है. പ്രയോഗത്തിൽ വന്നത് എന്നാണ് അർത്ഥം. भाषा का जो रूप किसी विषय में बार बार प्रयुक्त होता है वह उस क्षेत्र की भाषिक शिष्टता बन जाता है. അപ്പം വീണ്ടും വീണ്ടും ഉപയോഗത്തിൽ വരുന്ന വാക്കുകളാണ് എന്തായി വരുന്നത്? പ്രയുക്തികളായിട്ട് വരുന്നത്. യഹി ഭാഷിക് വിശിഷ്ടത ഉസ് വിഷയ ക്ഷേത്രയ്ക്ക് പ്രയുക്തി കലാത്തിയ. അപ്പോൾ ഏതൊരു വാക്കുകളാണോ ചില കാര്യത്തിൽ, ഇപ്പോൾ നമ്മൾ ബനാം എന്നുള്ളത് പറഞ്ഞു അല്ലേ, പിന്നെ ഡോക്ടർമാരാകുമ്പോൾ അവരുടെ ഫീൽഡിൽ മെഡിസിൻ്റെ ഒക്കെ പേരുകളും മറ്റു പ്രത്യേകം വാക്കുകളായിട്ടല്ല ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുന്ന പ്രചാരത്തിൽ വരുന്ന വാക്കുകളാണ് പ്രയുക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി പ്രയുക്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഭാഷാടിസ്ഥാനത്തിലോ പ്രാദേശിക അടിസ്ഥാനത്തിലോ ഔദ്യോഗികമായിട്ടുള്ള രംഗത്തുള്ള വ്യത്യാസങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതാണ് പ്രയുക്തി, ഹിന്ദിക്ക് വിവിധ പ്രയുക്തി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഹിന്ദി ഓർ ജനസഞ്ചാർ മാധ്യം. അതിനെപ്പറ്റി ടീച്ചർ പറയേണ്ട ആവശ്യമില്ല. ഹിന്ദിയിൽ നിന്നല്ല, ഇന്നിപ്പോൾ ലോകത്തിൽ മുഴുവൻ ജനസഞ്ചാർ മാധ്യമമാണ്. ആ മാധ്യമങ്ങളെ പറ്റി ടീച്ചറേക്കാൾ കൂടുതൽ അറിവ് നിങ്ങൾക്കാണുള്ളത്. അപ്പോൾ ആ സൂചനകളൊക്കെ തരുന്ന ഒരുപാട് മാധ്യമങ്ങളെ പറ്റിയാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഏതൊക്കെയാണ്? റേഡിയോ, TV, അതിൻ്റെയൊക്കെ കാലം പോയി കഴിഞ്ഞു. പിന്നെ ഇപ്പം എന്തൊക്കെയാണ് അല്ലേ? വാട്സപ്പിൽ വരുന്നത് ഏതൊക്കെയാണ്? യൂട്യൂബ്. ടീച്ചർക്ക് അതിൻ്റെ മുഴുവനൊന്നും പേര് പറഞ്ഞിട്ടോ, പല പല ആപ്പുകളുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? ട്വിറ്ററോ എന്തൊക്കെയോ കുറേ എണ്ണം ഉണ്ടല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പാഠത്തിൽ വരുന്നത്. അപ്പോൾ അതിനെ പറ്റിയുള്ളൊരു ചുരുക്കമായിട്ടുള്ള കാര്യം ടീച്ചർ പറഞ്ഞുതരാം. ഇത് ജനജീവിതത്തിൽ ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കമ്പ്യൂട്ടർ, മറ്റുള്ള ഫേസ്ബുക്ക്, ട്വിറ്റർ, ചാറ്റ് ചെയ്യാന്നോ ഇൻസ്റ്റാഗ്രാമെന്നോ അങ്ങനെ പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ये सब हमारी ज़िंदगी में दैनिक जीवन में
ഒരിക്കലും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യങ്ങളുമായിരുന്നു. ഇപ്പം നമ്മൾ പഠനം തന്നെ നോക്കൂ, കുട്ടികളുടെ വിദ്യാഭ്യാസം തന്നെ എവിടെ എത്തിക്കഴിഞ്ഞു? എല്ലാം ഓൺലൈനിൽ അല്ലേ. ഇനിയിപ്പോൾ കുട്ടികളെ കണ്ടുപഠിപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഞാൻ തന്നെ എൻ്റെ അതല്ലട്ടോ പറയണത്, ഉദ്യോഗത്തിലിരിക്കുന്ന അധ്യാപകരും ഒക്കെ ഇനി ഓൺലൈനിലിരിക്കും കയറുന്നുണ്ടാവും, എന്താവട്ടെ. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളാണ് ഇവയെ കൊണ്ട് നമുക്ക് ജീവിതത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്തൊക്കെയൊന്ന് നോക്കാം. संचार माध्यमों से समाज को क्या लाभ होता है, उदाहरण सहित लिखिए. संचार माध्यमों से लोगों को बहुत लाभ होता है. दुनिया के सभी बातें हमें जल्दी जल्दी जान सकते हैं. संचार മാധ്യമങ്ങളെ കൊണ്ട് നമുക്ക് വന്നതെന്താ, ലോകത്തിൽ എവിടെ നടന്ന കാര്യങ്ങളും നമുക്ക് ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് വിവരറിയാൻ കഴിയുന്നു. चाहे वह सरकारी बातें हो, दुनिया की हो, राष्ट्र की हो, राज्य की हो, राजनीति की हो, राष्ट्रीय हो, सामाजिक हो, वैयक्तिक हो, ഏത് കാര്യമായാലും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നു. സഭി ബാത്തെ ഹമേ ദോടി ദർ മേ ഹം ജാൻ സക്ത ഹൈ. എവിടെ ഏത് മുക്കിലോ മൂലയിലോ ലോകത്തിലെ ഏത് ഭാഗത്ത് കടന്നാലും നമുക്കത് പെട്ടെന്ന് തന്നെ അറിയാനുള്ള സാധ്യത ഉണ്ട്. जनसंचार माध्यमों के बारे में विस्तार से वर्णन कीजिए. आज सूचना तकनीक का ज़माना है. दुनिया का हर छोटी बड़ी बातें अब सूचना तकनीक से जुड़ गए हैं. ഇന്നിപ്പം ജനസഞ്ചാർ മാധ്യമങ്ങളെ കൊണ്ട് നമ്മൾ എന്താ പറയുക സമ്പന്നരായി കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തിൽ ഏത് നടക്കുന്ന കാര്യങ്ങളും അതിലൂടെയാണ് നമുക്ക് വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. इन माध्यमों पर कोई भी व्यक्ति खुद अपना खाता खोलकर हज़ारों लोगों से एक साथ जुड़कर अपने विचारों को प्रकट कर सकता है. അപ്പോൾ ഇങ്ങനെയുള്ള മാധ്യമങ്ങളിൽ നമുക്ക് സ്വന്തം അക്കൗണ്ട് തുടങ്ങിയിട്ട് നമുക്കും അതുപോലുള്ള ചാനലുകളൊക്കെ ഉണ്ടാക്കാമെന്ന്. അതിലൂടെ ഞാൻ പറയേണ്ടതൊക്കെ എന്നെക്കാട്ടിലും നിങ്ങൾക്കറിയാവുന്ന ടീച്ചർ എപ്പോഴും പറയണ്ടേ. അപ്പോൾ അങ്ങനെ ചാനലുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്ത് ചെയ്യുക, ഒന്നിച്ച് ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആൾക്കാരുമായിട്ട് ഒന്നിച്ച് സമ്പർക്കം ലഭിക്കുന്ന ഒരവസരമാണ് അങ്ങനെ കിട്ടുന്നത്. പിന്നെ അതാണ് ഏതൊക്കെയാണ്, अपने विचारों को प्रकट कर सकता है. न्यू मीडिया में फेसबुक, ट्विटर, इंस्टाग्राम, वेब पोर्टल, वेब मैगजीन, യൂട്യൂബ് ആദി മാധ്യം വികസിത് हो चुके हैं. ഇനിയുണ്ടിട്ട് കുറേ എണ്ണം അങ്ങനെയുള്ള ഒരുപാട് മാധ്യമങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി സോഷ്യൽ മീഡിയ കെ ഫായദെ और नुकसान के बारे में തർക്ക സഹിത് ഉത്തർ ദീജിയെ. സോഷ്യൽ മീഡിയയുടെ പറ്റിയിട്ട് എന്താണ് അതിൻ്റെ ഗുണവും ദോഷത്തെ പറ്റിയിട്ടും പറയാനാണ് പറയുന്നത്. हमारे समाज में बहुत सारे लोग सिर्फ अपनी रोजी रोटी के जुड़े कामों में लगे रहते हैं. उन्हें अपने देश समाज की हलचलों की जानकारी नहीं होती है. उन्हें सोशल मीडिया से बंद नहीं है. അപ്പോൾ നമ്മൾ എന്താണ് വീട്ടുജോലിയും നാട്ടുജോലിയല്ല ഉപജീവനത്തിനുള്ള മാർഗത്തിന് പോകുന്നവർക്കൊന്നും ഈ സോഷ്യൽ മീഡിയ ആയിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. എന്നാൽ ചിലരെന്താണ് ശിക്ഷാക്ഷേത്രമേ ക്രാന്തി സി ആകെയി ഹെ. എന്നാൽ ചില രംഗങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്തായാലും മറ്റുള്ള പല രംഗത്തിലും ഈ സോഷ്യൽ മീഡിയയെ കൊണ്ടിട്ട് ഒരുപാട് പുരോഗതി അധോഗതിയൊക്കെ അറിഞ്ഞൂടെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. तो विद्यार्थी खुद ही इनके माध्यम से पढ़ाई लिखाई रोजक और आसान तरीके से कर पाते हैं. അപ്പോൾ അധ്യാപകർ പഠിക്കുന്നത് ശരിയല്ല എന്നാണോ, പഠിപ്പിക്കുന്നത് ശരിയല്ല എന്നാണോ വിദ്യാർത്ഥികൾ ശരിയായ ദിശയിലൂടെ ഈ സോഷ്യൽ മീഡിയയിലൂടെ അവർ രസകരമായ രീതിയിൽ പഠിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ രസകരമായ രീതിയിലും വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവാത്ത വിധത്തിലായിരിക്കുമോ അധ്യാപകർ പഠിപ്പിക്കുന്നതെന്ന് എനിക്കൊരു സംശയം. അപ്പോൾ शिक्षा के क्षेत्र में क्रांति भी आ गई है. അങ്ങനെ സോഷ്യൽ മീഡിയ വന്നതോടുകൂടെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു വലിയൊരു മാറ്റം വന്നു. तो विद्यार्थी खुद ही इनके माध्यम से पढ़ाई लिखाई रोजक और आसान तरीके कर पाते हैं. इन माध्यमों से हर क्षेत्रों का जानकारी मिलता है. सरकारी कार्यों का जानकारी भी मिलती है. इन गुणों के साइन संचार माध्यम के द्वारा समाज में नुकसान होता है. അപ്പോൾ നമ്മൾ ഗുണങ്ങൾ പറഞ്ഞു, ഈ മീഡിയകളെ കൊണ്ടൊക്കെ നമ്മൾ ഗുണങ്ങളാണ് പറഞ്ഞത്. ഇനി ലേഖം പറഞ്ഞ് ഇതിനെ കൊണ്ട് നുക്സാൻ ദോഷവും ഉണ്ടെന്നാണ് പറയുന്നത്. ഈ മീഡിയകൾ വന്നതോടുകൂടി നമ്മളുടെ മക്കളുടെ എന്തിനേറെ പറയുന്നത് 3 വയസ്സായ മക്കൾ വരെ അല്ലേ ഇതിന്ന് കണ്ണെടുത്ത നേരം ഉണ്ടാവും. അപ്പോൾ
ലേഖം പറഞ്ഞാൽ അതിനെക്കൊണ്ട് നാശവും ഉണ്ടെന്നാണ് പറയുന്നത്. കരോടം യുവലോക് ഈ സമയം സോഷ്യൽ മീഡിയ പർ സക്രിയ രഹത്തെ ഹൈ. കോടിക്കണക്കിന് യുവാക്കൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ണെടുത്ത നേരമില്ല എന്നാണ് പറയുന്നത്. इनको सोशल मीडिया पर अपने प्रचार अपनी बातें कहने दूसरों की बातों पर प्रतिक्रिया देने का एक नशा सा हो गया है. അപ്പോൾ ഇതിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക, അതിന് മറുപടി കൊടുക്കുക, അതിന് റിപ്ലൈ കൊടുക്കുക, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് ആളുകളുണ്ടെന്നാണ് പറയുന്നത്. सोशल मीडिया पर मनोरंजन का बहुत सारा अवसर उपलब्ध है. മാനസിക ഉല്ലാസത്തിനുള്ള ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ട്. ജോ സോഷ്യൽ മീഡിയ പർ അധിക് സക്രിയ രഹത്താ ഹൈ ഉൻമേ ഇനിയിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഏത് നേരം നോക്കിയാലും കണ്ണും നട്ടിരിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് വരുന്നതായിട്ടുള്ള ചില രോഗങ്ങളെ പറ്റിയാണ് ലേഖ അവിടെ പറഞ്ഞിട്ടുള്ളത്. അതാണ് ജുഞ്ചലാഹട്ട്, ദേഷ്യം, പെട്ടെന്ന് ദേഷ്യം വരിക. ഗുസ്സ, ജുഞ്ചലാഹട്ട് എന്ന് വെച്ചാൽ ദേഷ്യമാണെങ്കിൽ ഒരു അസ്വസ്ഥത. പിന്നെ കോപം, തനാവ്, ടെൻഷൻ. പിന്നെ ഭൂക്ക് കം ലഗന, വിശപ്പ് തോന്നാതിരിക്കുക. നീന്ത് തിന്നാൻ, ഉറക്കം വരാതിരിക്കുക. ഗർദൻ ഓർ കമർമേൻ ദർദ്, അതായത് കഴുത്തിനും കമർ അരയ്ക്കും വേദന വരിക. ഓർ പാചൻ യന്ത്ര കംസോർ ഹോന, ദഹനം കിട്ടാതിരിക്കുക. പിന്നെ ആംഖ്യം കംസോർ ഹോന, കണ്ണിൻ്റെ കാഴ്ച ശക്തി കുറയുക. ആദ്യ സംശയമോ അത്തെ ഈ തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം ഇതിങ്ങനെ സ്ഥിരം നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് വരുന്നുണ്ട്. ഇസ് പ്രകാർ സോഷ്യൽ മീഡിയാസ് ഗുൺ ഓർ ദോഷ. അങ്ങനെ സോഷ്യൽ മീഡിയയെ കൊണ്ട് ഗുണവും ദോഷവും ഉണ്ടെന്നാണ് ലേഖൻ പറയുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ നമുക്ക് ഉപകാരം തരുന്ന പോലെ അതിലെന്തുണ്ടെന്നാണ് പറയുന്നത്, ദോഷവും ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി ഹിന്ദി ഓർ പ്രൗദ്യോഗിക, ഹിന്ദിയും ടെക്നിക്കൽ യോഗവും. ഇന്നത്തെ യുഗത്തിൽ ഹിന്ദി, അതായത് ഹിന്ദി എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊന്നും വലിയ വികസിത ഭാഷയായിരുന്നില്ല. എന്നാൽ ഈ സോഷ്യൽ ഔദ്യോഗിക, അതായത് പ്രൗദ്യോഗിക ടെക്നിക്കൽ യുഗം വന്നതോടുകൂടി നമ്മളുടെ ഹിന്ദി ഭാഷയും ലോക രാഷ്ട്രത്തിലെ ഭാഷകളോട് തുല്യതയിലെത്തി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതിന് നോക്കിക്കോളൂ, ആജ് കാ യുഗ് പ്രൗദ്യോഗിക പ്രധാൻ बन गया है. इस क्षेत्र में निरंतर प्रगति दिखाई दे रही है. कंप्यूटर और इंटरनेट का प्रवाह जीवन और अभिन्न रूप से देखा जा सकता है. इस पाठ में प्रौद्योगिकी के विविध उपयोग का वर्णन किया गया है. അപ്പോൾ ഈ ടെക്നിക്കിൻ്റെ ഗുണങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഈ പാഠത്ത് പറഞ്ഞു കമ്പ്യൂട്ടറിനെ കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, എന്തൊക്കെ മഹത്വങ്ങളാണുള്ളത്. കമ്പ്യൂട്ടർ മുഖേന നമ്മളുടെ बहुत सारे कार्यों को आसानी से कर सकता है, എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നു. इसलिए प्रत्येक क्षेत्र में उपयोगी हो गया है. അതുകൊണ്ട് ഇത് എല്ലാ രംഗത്തിലും ഉപയോഗപ്രദമായി തീരുകയും ചെയ്തു. ഈ പാഠമേ തുമേ, ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? എഡിറ്റിങ്, പിന്നെ सुधार, ऑटो करेक्ट, शब्दों के वर्तनी और व्याकरण को ठीक करना, എന്താണ് स्पेलिंग एंड ग्रामर चेक. പിന്നെ ആദ്യ अनेक कार्य इस पाठ में तुम्हें पढ़ना है. കുഞ്ചി പടൽ, കീബോർഡ്, മുഖ്യത 3 प्रकार के होता है. അതൊക്കെ ചുരുക്കി അതിൻ്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. റെമിംഗ്ടൺ കീബോർഡ്, ഇൻക്രിസ്റ്റ് കീബോർഡ്, ഫോണാറ്റിക് കീബോർഡ്, അങ്ങനെ ഒരുപാട് കീബോർഡുകളെ പറ്റിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഹിന്ദിയെ സംബന്ധിച്ച് വിഭിന്ന ടൂൾസ്, ഹിന്ദി ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടൂൾസിനെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. കിത്തനി, അതായത് പ്രൗദ്യോഗിക ക്രാന്തിനെ ജ്ഞാനക്ക് ദ്വാര ഖോദിയ. ഈ ടെക്നിക്കൽ യുഗം വന്നതോടുകൂടിയാണ് നമ്മളുടെ ഈ യുഗത്തിന് ഇന്ത്യയിലെ ഭാഷയ്ക്കുള്ള ഉന്നതി ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഹിന്ദി ഭാഷയ്ക്ക് ഈ ടെക്നിക്കൽ യുഗം വന്നതോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്നാണ് പറയുന്നത്. അതെങ്ങനെയൊക്കെയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ടൈപ്പിംഗ് വരുന്നു, മറ്റേ ഓരോരോ ആപ്പുകളെ പറ്റിയൊക്കെ പറഞ്ഞില്ല. അങ്ങനെയുള്ള ഒരുപാട് വിധത്തിൽ ഹിന്ദി ഭാഷ എന്ന ലോകത്തിലെ ഭാഷകളോട് ഇടപെടത്തക്ക ഒരു ഭാഷയായി കഴിഞ്ഞിട്ടുണ്ട്. ഹിന്ദിയുമായി സംബന്ധിച്ച് പിന്നെ വിഭിന്ന ടൂൾസ്. सूचना प्रौद्योगिकी क्रांति ने ज्ञान के द्वारा खोल दिया है. അതായത് ജ്ഞാനത്തിൻ്റെ വാതിൽ തുറന്നു കഴിഞ്ഞു. പ്രൗദ്യോഗിക ക്രാന്തി, ടെക്നിക്കൽ യുഗത്തിൻ്റെ മാറ്റം ഹിന്ദി ഭാഷയുടെ രംഗത്തും വന്നു എന്ന് പറയുന്നത്. ഓൺലൈൻ സർക്കാരി കാംകാജ്
विषय ഈ പ്രശാസൻ, അതായത് ഓൺലൈനിൽ ജോലി ചെയ്യാനുള്ള ഈ പ്രശാസൻ എന്ന് പറയുന്നത് ഈ ബാങ്കിങ് ദ്വാര ബാങ്ക് വ്യാപാര ഈ ബാങ്കിങ് മുഖേന ബാങ്കിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ऑनलाइन शिक्षा सामग्री के लिए ई एजुकेशन आदि माध्यम से प्रौद्योगिकी का विकास हो रहा है. അപ്പോൾ നിങ്ങൾക്കറിയാതെ ഈ എന്തൊക്കെയാണ് എഡ്യൂക്കേഷൻ, ഈ ബാങ്കിങ്, ഈ പ്രശാസനം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നുണ്ട്. ഓരോ ഫീൽഡിലും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളെ കൊണ്ട് ആ ഫീൽഡുകൾ ഉയരത്തിലെത്തി തുടങ്ങിയിരിക്കുന്നു. सूचना प्रौद्योगिकी में हिंदी का उपयोग करके इसको വിശ്വവ്യാപി സ്തർ पर പ്രതിഷ്ഠ मिल गई है. അപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള പ്രൗദ്യോഗികളെ കൊണ്ടിട്ട് ടെക്നിക്കുകളെ കൊണ്ടിട്ട് അതിൻ്റെ ഉപയോഗം കണ്ടിട്ട് ഇന്ത്യക്ക് ഇന്ന് ഒരു ലോകത്തിൽ പ്രതിഷ്ഠിതമായ ഒരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. രാജ്യഭാഷാ വിഭാഗ് गृह मंत्रालय द्वारा विशेष प्रयत्न इस दिशा में किया जा रहा है. അപ്പോൾ നമ്മളുടെ എന്താ പറയുക, രാജ്യഭാഷ വിഭാഗത്തിൽ രാഷ്ട്രഭാഷ അതായത് ഭരണഭാഷ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മുഖേനയോ ആഭ്യന്തര വകുപ്പ് മുഖേനയോ ഈ കാര്യത്തിൽ വേണ്ട വിധത്തിലുള്ള സഹായമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ജൈസെ രാജ്യഭാഷാക്കോ ബഡാവ ദേനെ के लिए बहुत से टूल्स एवं सॉफ्टवेयर രാജ്യഭാഷാ വിഭാഗ് ദ്വാര വികസിत किए गए हैं. അപ്പോൾ ആ രാജ്യഭാഷ ഡിപ്പാർട്ട്മെന്റ് മുഖേന നമ്മളുടെ രാജ്യഭാഷയെ വളർത്തുവാനും അതിന് വേണ്ടുന്നതായിട്ടുള്ള ഒരുപാട് ടൂൾസുകൾ സോഫ്റ്റ്വെയറുകളും ഒക്കെ ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി कंप्यूटर में प्रयोग की जाने वाली आधुनिक तकनीक के क्लाउड कंप्यूटरिंग, പിന്നെ ബ്ലോഗിങ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആദി ഇങ്ങനെയുള്ള ഒരുപാട് എന്തുണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് ടെക്നിക്ക് കമ്പ്യൂട്ടറിനെ പ്രയോഗിച്ചാണ് വരെ ആധുനികമായിട്ടുള്ള ടെക്നിക്കുകൾ ഒരുപാടെണ്ണം നമ്മുടെ ഹിന്ദി ഭാഷയിലും വന്നിട്ടുണ്ട്. കമ്പ്യൂട്ടർക്ക് ദൈനിക ജീവനമേ ഉപയോഗം, കമ്പ്യൂട്ടറിൻ്റെ നമ്മുടെ നിത്യജീവിതത്തിലുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാക്കും അത് ഞാൻ പറഞ്ഞുതരാതെ തന്നെ അറിയാം. നമുക്ക് ജീവിതത്തിൽ എല്ലാ രംഗത്തുനിന്നും കമ്പ്യൂട്ടറിനെ കൊണ്ടുള്ള ഉപയോഗമുണ്ട്. വിശേഷ പ്രധാനപ്പെട്ടത് വീടുകളിലെ, ബാങ്കുകളിലെ, വിദ്യാഭ്യാസ രംഗത്ത്, പിന്നെ ഇൻഷുറൻസിൻ്റെ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, മാർക്കറ്റിങ്ങില്, ആരോഗ്യ കേന്ദ്രങ്ങളില്, വ്യാപാര രംഗത്ത്, സൈനിക രംഗത്ത് തുടങ്ങി എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്, ഈ പ്രൗദ്യോഗിക ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്. വേർഡ് പ്രോസസ് के लिए प्रमुख विशेषताएं क्या है? അത് വേർഡ് പ്രോസസ്സർ അതുകൊണ്ടിട്ട് എന്തൊക്കെ ആ സോഫ്റ്റ്വെയറിനെ കൊണ്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണ് വേർഡ് प्रोसेसर एक प्रोग्राम है जिसके मदद से टाइप करके किसी भी तरह का दस्तावेज या डॉक्यूमेंट तैयार किया जाता है और जिसमें प्रिंट भी किया जा सकता है. वर्ड प्रोसेसर की अनेक विशेषताएं हैं. വേർഡ് പ്രോസസ്സറിനെ കൊണ്ട് ഒരുപാട് ഉപയോഗമുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ടീച്ചർ അത് വ്യാഖ്യാനിച്ച് സമയം കളയുന്നില്ല. എഡിറ്റിംഗ് നടത്താൻ പറ്റും, പിന്നെ പാഠ സ്വരൂപം ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്യാൻ പറ്റും, കോപ്പി കർണ, കട്ട് കർണ, പേസ്റ്റ് കർണ, കോപ്പിയിങ്, കട്ടിങ് ആൻഡ് പേസ്റ്റിംഗ് അത് ചെയ്യാൻ പറ്റും. ഇനി പേജ് സ്റ്റെപ്പ് അപ്പ്, പേജ് മാർജിൻ, हाइडर एंड फूटर, सुधार, ऑटो करेक्शन, शब्दों के वर्तने और व्याकरण को ठीक करना, स्पेलिंग एंड ग्रामर चेक आदि विशेषताएं വേർഡ് പ്രോസസ്സർ സോഫ്റ്റ്വെയർ होता है. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വേർഡ് പ്രോസസ്സർ സോഫ്റ്റ്വെയറിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പറയുന്നത്. ഇനി സമ്പാദൻ, എഡിറ്റിംഗ് एवं പാഠ സ്വരൂപൻ, ഫോർമാറ്റിംഗ് अंदर എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. വേർഡ് प्रोसेसर मदद से डॉक्यूमेंट को संपादित करना आसान होता है. വേർഡ് പ്രോസസ്സറിനെ കൊണ്ട് ഡോക്യുമെന്റ് ചെയ്യുന്നതിന് വളരെ എളുപ്പമായി തീരുന്നു. टाइप किए हुए टेक्स्ट में आसानी से किसी भी प्रकार का परिवर्तन करना आसान होता है. നമ്മളിപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് അതിലുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം തിരുത്താൻ എളുപ്പം കഴിയുന്നു. पाठ स्वरूपन टेक्स्ट फॉर्मेटिंग ये है कि लिखे हुए पाठ को अपने आशयानुसार आसानी से स्वरूपन फॉर्मेट, बोल्ड, इटालिक, अंडरलाइन,
കർണയ്ക്ക് സുവിധോത്തി. അതിലെവിടെയാണോ തെറ്റിച്ചത് തെറ്റ് തിരുത്തുക, അതിൽ അണ്ടർലൈൻ ചെയ്യേണ്ട സ്ഥലത്തൊക്കെ ചെയ്യുക. അങ്ങനെയുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അതിൽ നിന്ന് മാറ്റാനോ അരിച്ചാക്കാനും കഴിയുന്നു. ഈ ഹിന്ദി ടങ്കൻ ക്യാ അർത്ഥം? ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ചെയ്യാനറിയില്ല, ടൈപ്പ് റൈറ്റിംഗ് അറിയാലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഹിന്ദിയിൽ വരുന്നത്. നോട്ട് ബുക്ക് കമ്പ്യൂട്ടർ पर टंगन करते हुए टाइप राइटर ഒന്ന് നോട്ട് ബുക്ക് കമ്പ്യൂട്ടറിൽ ടങ്കൻ ചെയ്യുന്ന ടൈപ്പ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ടൈപ്പ് റൈറ്റർ. കമ്പ്യൂട്ടർ आदि के कुंजी पटल को दबाकर ടെക്സ്റ്റ് को ഇൻപുട്ട് करने की प्रक्रिया. അത് വേറൊരു രീതിയാണ് കേട്ടോ. എന്താണ്? കമ്പ്യൂട്ടറിൽ കുഞ്ചി പടൽക്കോ ദബാക്കർ ആ കീബോർഡ് ഉണ്ടല്ലോ, ആ അമർത്തിയിട്ട് ചെയ്യുന്നതായിട്ടുള്ള ഇൻപുട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രക്രിയ. ഇപ്പോൾ ടങ്കൻ യാ टाइपिंग कहते हैं. हिंदी में टंगन 3 तरीकों से किया जाता है. 3 തരത്തിലാണ് ടങ്കൻ ചെയ്യുന്നത്, ടൈപ്പ് ചെയ്യുന്നത്. ലിപ്യന്തരൻ ट्रांसलिटरेशन, इसमें अंग्रेजी की बोर्ड द्वारा हिंदी में टंगन किया जाता है. അത് ഇംഗ്ലീഷ് ബോർഡ് ഉപയോഗിച്ചിട്ട് ഹിന്ദിയിൽ ടൈപ്പ് ചെയ്യാൻ കഴിയുന്ന सरल है. അത് വളരെ എളുപ്പമാണ്. इसका लिंक निम्नलिखित है. അടുത്തത് गूगल क्रोमोली के लिए हिंदी इनपुट टूल्स. गूगल हिंदी ഇൻപുട്ട് ടൂൾസ് ആദ്യം ചെയ്താൽ ഡൗൺലോഡ് ചെയ്താൽ നമുക്കതിൽ ചെയ്യാൻ കഴിയും. പിന്നെ താഴെ തന്നിട്ടുള്ള 2 എണ്ണമാണ്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതൊന്ന് നോക്കി മനസ്സിലാക്കട്ടോ. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നമുക്ക് തന്നിട്ടുള്ളത്. ബുക്കിംഗ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ इंटेलिजेंस എന്ന് പറയുന്നുണ്ട്. आर्टिफिशियल इंटेलिजेंस के प्रमुख अनुप्रयोग क्या क्या होता है? माइक्रोसॉफ्ट ലാംഗ്വേജ് ഇൻപുട്ട് ടൂൾസ് ഇതൊക്കെ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹിന്ദിയും നമ്മളുടെ ലോകോത്തര ഭാഷകളിലൊന്നായി തീരുന്നു എന്നാണ് ഈ പാഠം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ 4 ചാപ്റ്ററുകളാണ് ഇപ്പോൾ കഴിഞ്ഞത്. എല്ലാവർക്കും ഒരുവിധമെങ്കിലും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പരീക്ഷകളൊക്കെ എല്ലാം ശ്രദ്ധിച്ച് നോക്കുക. അതിലെ 1 വേർഡുകളൊന്നും ഒഴിവാക്കരുത് കേട്ടോ. ഒക്കെ ശ്രദ്ധിച്ചിട്ട് വേണം. 1 വേർഡ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അതുകൊണ്ട് എല്ലാം നല്ലവണ്ണം ശ്രദ്ധിച്ച് പഠിക്കുക, പരീക്ഷ എഴുതുക. अच्छा धन्यवाद. मैं विद्यालय की हूँ, बाद में मिलूंगी.